എല്ലാവർക്കും നമസ്കാരം. ഒഡീഷ കേരളത്തിന്റെ ഭാഗമായി സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിലുള്ള കന്ത്ര ഫാമേഴ്സ് ട്രെയിനിങ് സെന്റർ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കൃഷി പാഠശാലയുടെ 8ാമത്തെ ഓൺലൈൻ ക്ലാസ് ആണ് ഇന്ന് നടക്കുന്നത്. പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ജില്ലയിൽ പ്രാധാന്യമുള്ള ഒരു വിള തന്നെയാണ് നേന്ത്രൻ. മറ്റു വിളകളെ കൂട്ടല്ല ശ്രദ്ധിച്ച് കൃഷി ചെയ്യേണ്ട ഒരു വിളയാണ് നേന്ത്രൻ. വാഴക്കുല മാത്രമല്ല, വാഴപ്പിണ്ടി, കൂമ്പ്, വാഴനാര എന്നിവ നമ്മൾക്ക് വിറ്റ് ലാഭം ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് കാർഷിക യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്ത ഡോക്ടർ AV മാത്യു ആണ് ഇന്ന് ക്ലാസ് നയിക്കുന്നത്. സാറിനെ ഏറ്റവും ആദരവോടെ ഈ ക്ലാസ് എടുക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിശീലന പരിപാടിയിൽ എന്നെ വിളിച്ചതിന് ഞാൻ FTC മണ്ഡലത്തിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർക്ക്, അസിസ്റ്റന്റ് ഡയറക്ടർക്ക് ഞാൻ എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ശാസ്ത്രീയമായ നേന്ത്രവാഴ കൃഷി എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്ത് ഏതാണ്ട് 40 കോടിയോളം ആളുകളാണ് വാഴപ്പഴം ഭക്ഷിക്കുന്നത്. ഇന്ത്യയിൽ ഏതാണ്ട് ഒരു 12 സ്റ്റേറ്റിലെ വാണിജ്യ അടിസ്ഥാനത്തിൽ വാഴ കൃഷിയുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് വാഴ കൃഷി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. അവിടെ ഒരു ഹെക്ടറിൽ 66 ടൺ ഉൽപ്പാദനം കിട്ടുമ്പോൾ നമ്മുടെ നാട്ടിൽ വെറും 15 ടൺ മാത്രമേ ഉൽപ്പാദനം കിട്ടുന്നുള്ളൂ. കേരളത്തിൽ ഉള്ള വാഴ കൃഷിയുടെ ഒരു 50% കൂടുതൽ നേന്ത്രവാഴ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ നേന്ത്രനിൽ പല ഇനങ്ങളുണ്ട്. നാടൻ നേന്ത്രനുണ്ട്, നെടുനേന്ത്രനുണ്ട്, ആറ്റുനേന്ത്രൻ, മഞ്ചേരി നേന്ത്രൻ, ചങ്ങനാശ്ശേരി നേന്ത്രൻ, ക്വിൻ്റൽ നേന്ത്രൻ, ചങ്ങാലിക്കോടൻ. ഈ ക്ലാസ്സിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണ ഞാനൊരു 3 മണിക്കൂർ കൊണ്ട് എടുക്കുന്ന ക്ലാസ്സാണ്. നമുക്കിത് 1 മണിക്കൂറിൽ എനിക്ക് വെട്ടിച്ചുരുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അല്പം ഫാസ്റ്റായിട്ട് പോകും. അതുപോലെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ. ഓക്കെ, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് വിത്ത് ഗുണം 10 ഗുണം എന്നുള്ളത്. അത് പ്രത്യേകിച്ച് വാഴ കൃഷിയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം വാഴയുടെ കന്നുകളിൽ കൂടി പകരുന്ന നിരവധി രോഗങ്ങളും കീടങ്ങളും ഉണ്ട്. അങ്ങനെ കന്നുകളിൽ കൂടെ രോഗങ്ങളും കീടങ്ങളും പകരുന്ന ഒരു സാഹചര്യത്തിൽ ഈ രോഗകീടബാധയുള്ള കന്നുകൾ നമ്മൾ നടാനായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ കൃഷി 100% പരാജയപ്പെടാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. രോഗകീടബാധയില്ലാത്ത കന്നുകൾ മാത്രമേ നമ്മൾ നടുന്നതിനായിട്ട് സെലക്ട് ചെയ്യാവുള്ളൂ. അങ്ങനെ കന്നുകൾ നമ്മൾ സാധാരണ നമ്മൾ പറയും സൂചിക്കന്നുകൾ ആണ് നടുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് രോഗമില്ലാത്തത്, കീടമില്ലാത്തത്, ഒരു 3-4 മാസം പ്രായമായ സൂചിക്കന്നുകൾ വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ അത്തരത്തിലുള്ള കന്നുകൾ നമ്മളെടുത്ത് നന്നായിട്ട് ചെത്തി ഒരുക്കി അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വേരുകളും എല്ലാം കട്ട് ചെയ്ത് പുറന്തോലും ഒക്കെ മാറ്റിയതിന് ശേഷം, അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ ഇതിൽ കരിക്കൻ വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ളത്. അപ്പോൾ അങ്ങനെ വെട്ടി ഒരുക്കിയതിന് ശേഷം ഒരു കീടനാശിനി, കുമിൾനാശിനി ലായനിയിൽ ക്ലോർപൈറിഫോസ്, ബാവിസ്റ്റിൻ അല്ലെങ്കിൽ തൈറോയിഡ് എന്ന് പറയുന്ന കുമിൾനാശിനി, കീടനാശിനി ലായനിയിൽ ഒരു 30 മിനിറ്റ് സമയം മുക്കി വെച്ചതിന് ശേഷം ഒരു 10-15 ദിവസം കന്നുകളോടൊപ്പം തന്നെ നമ്മൾ ടിഷ്യൂ കൾച്ചർ തൈകളും നടാറുണ്ട്. അപ്പം ഏത്തവാഴ നടുന്നതിനായിട്ട് ഉള്ള അകലം എന്ന് പറയുന്നത് 2 മീറ്റർ അകലത്തിലാണ് നടുന്നത്. 2 മീറ്റർ അകലത്തിൽ നടുമ്പോൾ ഒരു ഹെക്ടറിൽ 2500 വാഴകൾ നമുക്ക് നടാനായിട്ട് സാധിക്കും. അപ്പം അതിൻ്റെ കുഴി എടുക്കുന്നതിൻ്റെ അളവ് 50 സെൻറ്റിമീറ്റർ ക്യൂബിലാണ് നമ്മൾ കുഴി എടുക്കേണ്ടത്. അപ്പോൾ ടിഷ്യൂ കൾച്ചർ കന്നുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ടിഷ്യൂ കൾച്ചർ കന്നുകളാകുമ്പോൾ ആരോഗ്യമുള്ള കന്നുകൾ നമുക്ക് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാം. എങ്കിലും ടിഷ്യൂ കൾച്ചർ തൈകൾ നമ്മൾ തിരഞ്ഞെടുക്കണം, ശ്രദ്ധിക്കണം. കാരണം ഈ അടുത്ത കാലത്ത് ഞാൻ ചില ടിഷ്യൂ കൾച്ചർ തൈകൾ ഈ കാർഷിക എക്സിബിഷനുകളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന തൈകൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ ചില തൈകളിൽ കൊക്കാൻ എന്ന് പറയുന്ന വൈറസിന്റെ രോഗലക്ഷണം കാണിക്കുകയുണ്ടായി. ഈ രോഗത്തെ പറ്റി പിന്നീട് ഞാൻ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഈ നോക്കിയാൽ കാണാം നമുക്ക് ഇതിന്റെ മേളിൽ ഈ വാഴയുടെ കൈകളെല്ലാം കൂടെ കൂടിയിരിക്കും. സാധാരണ രീതിയിൽ സ്പൈറലായിട്ട് ചുറ്റി വരണം. അപ്പം ടിഷ്യൂ കൾച്ചർ കന്നുകളാണെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ച് തിരഞ്ഞെടുക്കണം. ഓക്കെ, ഇനി ഇതിന്റെ വളപ്രയോഗം. ജൈവവളം, ജീവാണുവളം, രാസവളം ഇവ സമന്വയിപ്പിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ടിഷ്യൂ കൾച്ചർ വാഴയ്ക്ക് സാധാരണ മറ്റു വാഴ കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു 50% കൂടെ കൂടുതൽ നമ്മൾ വളം കൊടുക്കാറുണ്ട്, പ്രത്യേകിച്ച് രാസവളം. അപ്പോൾ ഒരു 5-10 കിലോ ജൈവവളം, ഒരു 30 ഗ്രാം വാമ, സ്യൂഡോമോണാസ് ഒരു 20 ഗ്രാം,
പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കാം, വേപ്പിൻ കുരു പൊടിച്ചതിൻ്റെ പൗഡർ ഉപയോഗിക്കാം. അതൊരു 1/2 കിലോ വേപ്പിൻ പിണ്ണാക്ക്, വേപ്പിൻ കുരു പൊടിച്ചതാണെങ്കിൽ ഒരു 250 ഗ്രാം കുഴിയിലിട്ടതിന് ശേഷം മേൽമണ്ണിട്ട് മൂടുക. മൂടി ഒരു വെള്ളക്കുഴി ഉണ്ടാക്കി അതിനകത്താണ് നമ്മൾ വാഴക്കന്ന് നടുന്നത്. നട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് വേണം മറ്റ് ജൈവവളങ്ങളും രാസവളങ്ങളും വീണ്ടും നൽകാനായിട്ട്. വാഴയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് സമയാസമയങ്ങളിലുള്ള വളപ്രയോഗം എന്ന് പറയുന്നത്. വാഴ കൊലയ്ക്കുന്നതിന് മുന്നേ ആ വാഴയ്ക്ക് നൽകേണ്ട രാസവളങ്ങൾ മുഴുവൻ തന്നെ നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ വാഴ നട്ട് കഴിഞ്ഞാൽ ഒരു 5-5.5 മാസം കൊണ്ടാണ് സാധാരണ ഏത്തവാഴ കൊലയ്ക്കുന്നത്. അപ്പോൾ നട്ടൊരു മാസം പ്രായമെത്തി കഴിയുമ്പോൾ നമ്മളൊരു 85 ഗ്രാം യൂറിയ, 300 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 100 ഗ്രാം പൊട്ടാഷ്. വീണ്ടും ഒരു മാസം കൂടെ കഴിയുമ്പോൾ, അതായത് 2 മാസം എത്തി കഴിയുമ്പോൾ 65 ഗ്രാം യൂറിയ, 300 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 100 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്. അപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മാസം കൊണ്ട് നമ്മൾ വാഴയ്ക്ക് കൊടുക്കേണ്ട പാവക വളത്തിന്റെ ഉപയോഗം തീർന്നു. ഇനി നമ്മൾ കൊടുക്കേണ്ടത് യൂറിയയും പൊട്ടാഷും വീതമാണ്. 3 മാസം കഴിയുമ്പോൾ 65 ഗ്രാം യൂറിയ, 100 ഗ്രാം പൊട്ടാഷ്. അത് അങ്ങനെ 4-ാം മാസവും 5-ാം മാസവും കൊടുക്കുക. പിന്നെ വാഴയുടെ കൊല വന്നതിന് ശേഷം ഒരു 50-60 ഗ്രാം യൂറിയ കൊടുക്കുക, പിന്നെ ഒരു 100 ഗ്രാം പൊട്ടാഷ്. അങ്ങനെ ആകെ മൊത്തം നമ്മൾ നോക്കുമ്പോൾ 410 ഗ്രാം യൂറിയ, 600 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 600 ഗ്രാം പൊട്ടാഷ്. ഇത്രയുമാണ് ഒരു ഏത്തവാഴയ്ക്ക് നമ്മൾ രാസവളമായിട്ട് നൽകുന്നത്. എന്നാൽ ടിഷ്യൂ കൾച്ചർ വാഴയാണെങ്കിൽ നമ്മൾ യൂറിയയുടെയും പൊട്ടാഷിന്റെയും ഏതാണ്ട് 50% കൂടെ കൂടുതലായിട്ട് കൊടുക്കും. എന്നാൽ ഫോസ്ഫറസിന് അളവിന് വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഴ നമുക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് 500 ഗ്രാം വീതം യൂറിയ, രാജിഫോസ്, പൊട്ടാഷ് ഇത്രയേ കൊടുക്കുന്നുള്ളൂ. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും കർഷകർ ഒരു വാഴയ്ക്ക് 4-5 കിലോയൊക്കെ രാസവളം കൊടുക്കാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. ഈ രീതിയിലുള്ള എത്രയും മതിയാകും. ഇത് ഞാൻ ഈ പറഞ്ഞ വളപ്രയോഗം എന്ന് പറയുന്നത് ഇതൊരു ബ്ലൈൻഡ് റെക്കമെൻഡേഷനാണ്. നിങ്ങളുടെ ആരുടെയും മണ്ണിന്റെ സ്വഭാവം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ശരിക്കുള്ള വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള വളപ്രയോഗം, സോയിൽ ടെസ്റ്റ് ബേസ്ഡ് ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ആരുടെയും മണ്ണ് കാണാതെയുള്ള ഒരു ശുപാർശയാണ്. മണ്ണ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്രയും വേണ്ടി വരില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതലായിട്ട് വേണ്ടി വരും. പിന്നെ വാഴ നട്ട് കഴിഞ്ഞ് നമ്മൾ ഓരോ മാസവും വാഴയ്ക്ക് ചാണകവെള്ളം വളരെ ഡൈല്യൂട്ടാക്കി, അല്ലെങ്കിൽ ഗോബർ ഗ്ലാസ് സ്ലറി ഡൈല്യൂട്ടാക്കി ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. മാസത്തിൽ ഒരു തവണയെങ്കിലും വീതം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഴയ്ക്ക് നല്ല വളർച്ച കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ വാഴ കൃഷി ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ കൊലയുടെ തൂക്കം കൂട്ടാനായിട്ട് പല ആളുകളും പല രീതിയിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാം, പല മെത്തേഡ്സൊക്കെ. പക്ഷെ അതിൽ ശാസ്ത്രീയമായിട്ടുള്ള മാർഗം കാർഷിക സർവകലാശാല കണ്ടെത്തിയിരിക്കുന്ന 2 മാർഗങ്ങളാണ്. ഒന്ന്, കൊല പൊതിഞ്ഞു കെട്ടി സൂക്ഷിക്കുക. അത് പണ്ട് തൊട്ടേ കർഷകർ ചെയ്യാറുണ്ട്. അപ്പം വാഴ കൊലച്ചതിന് ശേഷം അവസാനത്തെ പടലയും വിരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ആ കൂമ്പ് ഒടിച്ചു മാറ്റുന്നു. അതിനുശേഷം കറയെല്ലാം പോകാനായിട്ട് അനുവദിച്ച് അതിൻ്റെ പിറ്റേ ദിവസമെല്ലാം നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ, അതിനായിട്ടൊക്കെ പ്രത്യേകം കവറുകൾ ഇപ്പോൾ ലഭ്യമാണ്. അല്ലെങ്കിൽ ചാക്ക് ഉപയോഗിച്ച്, അല്ലെങ്കിൽ പഴയ രീതിയിൽ ഇതിൻ്റെ ഈ ഉണങ്ങിയ ഇലയെല്ലാം കൂടെ കൂട്ടിക്കെട്ടി ഇതിനെ കവർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇനി അതല്ലെങ്കിൽ നമുക്ക് പിന്നെ പൊട്ടാസ്യം സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഈ കൊലകളിൽ സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ചുണ്ടൊടിച്ച് മാറ്റിയതിന് ശേഷം, കംപ്ലീറ്റ് പടല വിരിഞ്ഞ് ചുണ്ടൊടിച്ചതിന് മാറ്റിയതിന് ശേഷം 3% പൊട്ടാസ്യം സൾഫേറ്റ്, അതായത് 30 ഗ്രാം പൊട്ടാസ്യം സൾഫേറ്റ് 1 ലിറ്റർ വെള്ളത്തിൽ നല്ല രീതിയിൽ കലക്കി കുലകളിൽ തെളിക്കുക. ഒരു കുലയിൽ കളിക്കാനായിട്ട് 100 മില്ലി മതിയാകും. 1 ലിറ്റർ ലായനിയുണ്ട്, 10 കുലകളിൽ കളിക്കാനായിട്ട് തികയും. അപ്പോൾ ഈ രീതിയിൽ പൊട്ടാസ്യം സൾഫേറ്റ് ഉപയോഗിക്കുന്നത് മൂലമുള്ള ഒരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 10-12% അല്ലെങ്കിൽ 10 കിലോ കിട്ടേണ്ടതാണെങ്കിൽ അവിടെ ഒരു 11 കിലോയെങ്കിലും നമുക്ക് വിളവ് കിട്ടും. അപ്പോൾ 1 കിലോയോളം ഒരു കൊലയിൽ നിന്ന് 1 കിലോയുടെ പിന്നെ വിളവ് വർധന ലഭിക്കും. അതോടൊപ്പം തന്നെ ഈ കായകളുടെ സൈസ്, ഷേപ്പ്, പഴുത്തതിന് ശേഷം അതിന്റെ കളറ്, അതിന്റെ ടേസ്റ്റ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഈ പൊട്ടാസ്യം സൾഫേറ്റ് തളിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് എനിക്ക് എൻ്റെ കൃഷിയുടെ കാര്യങ്ങളെ പറ്റി പറയാനുള്ളത്. നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമ്മൾ ഉപയോഗിക്കുന്ന വിത്ത് രോഗകീടമുക്തമല്ലെങ്കിൽ കൃഷി പരാജയപ്പെടാനാണ് എല്ലാ സാധ്യതയും. അപ്പോൾ അതുകൊണ്ട് വാഴ കൃഷിയിൽ നമ്മൾ വളപ്രയോഗത്തെക്കാളൊക്കെ ഉപരിയായിട്ട് ശ്രദ്ധിക്കേണ്ടത് രോഗകീട നിയന്ത്രണത്തിലാണ്. അപ്പോൾ വാഴയെ നിരവധി രോഗങ്ങൾ ബാധിക്കാറുണ്ട്. അത് ഞാൻ വളരെ പെട്ടെന്ന്, സമയമില്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. കുമിൾ രോഗങ്ങളുണ്ട്, ബാക്ടീരിയൽ രോഗമുണ്ട്. അപ്പോൾ കുമിൾ രോഗം എന്ന് പറയുന്നത് ഇലപ്പുള്ളി രോഗം. ഇതാണ് ഇലപ്പുള്ളി രോഗം, സിഗാട്ടോക രോഗം എന്ന് പറയുന്ന ഇലപ്പുള്ളി രോഗം.
അത് പ്രത്യേകിച്ച് ഏത്തവാഴയിലും റോബസ്റ്റയിലും ഒക്കെയാണ് പൂവൻ വാഴയിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ചൂടുള്ള സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഈ അകലം കുറഞ്ഞു പോകുമ്പോഴും, അപ്പം മഴ കൂടുതലുള്ള സാഹചര്യത്തിൽ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുമ്പോഴൊക്കെയാണ് ഈ രോഗം കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അടിയല തൊട്ട് കരിഞ്ഞ് മുകളിലേക്ക് കയറി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് അതിൻ്റെ ഉൽപ്പാദനത്തെ ശരിക്കും ബാധിക്കും. ഇത് കൂടാതെ വേറെയും 3-4 കുമിളുകൾ വാഴയിൽ ഇലപ്പുള്ളി രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് വേറൊരു തരത്തിലുള്ള ഒരു ഇലപ്പുള്ളി രോഗമാണ്. ഈ ഇലപ്പുള്ളി അതിന്റെ ലക്ഷണം ഒരുമാതിരി ഡയമണ്ട് ഷേപ്പിലുള്ള സ്പോട്ടുകൾ ഇലകളുണ്ടായി കരിഞ്ഞുണങ്ങുന്നു. പിന്നെ ഇൻവേർട്ടഡ് വി ഇൻവേർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുള്ള ഒരു സിംറ്റമാണ് ഉണ്ടാകുന്നത്, ആ രീതിയിൽ ഇലയുടെ അരികിൽ കരിച്ചിലുണ്ടാകും. അങ്ങനെ ഒരു 4-5 തരത്തിലുള്ള ഇലപ്പുള്ളി രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം സിഗട്ടോക ഇലപ്പുള്ളി രോഗമാണ്. അപ്പോൾ ഈ ഇലപ്പുള്ളി രോഗങ്ങളെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃഷിയിടത്തിലുള്ള ഒരു ഹൈജീൻ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം സാനിറ്റേഷൻ്റെ പ്രാധാന്യം. അപ്പം നമുക്ക് വീടുകളിലൊക്കെ സാനിറ്റേഷൻ പ്രാധാന്യമുള്ളതുപോലെ കൃഷിയിടത്തിൽ ഓരോ വാഴയിലും വാഴത്തോട്ടത്തിലും സാനിറ്റേഷൻ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ കരിഞ്ഞുണങ്ങിയ ഇലകളൊക്കെ നമ്മൾ മുറിച്ച് മാറ്റുക. ഒന്നെങ്കിൽ അത് കത്തിച്ച് കളയാം, അല്ലെങ്കിൽ അത് നമുക്കത് കൊണ്ടുപോയിട്ട് വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം കരിഞ്ഞുണങ്ങിയ ഇലകൾ മുറിച്ച് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ കുമിൾനാശിനി തെളിക്കാനായിട്ട്. പലതരത്തിലുള്ള കുമിൾനാശിനിയുണ്ട്. ബോഡോ മിശ്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാംഗോ സബ് എന്ന് പറയുന്ന കുമിൾനാശിനിയുണ്ട്. ടിൽറ്റ്, കോണ്ടാഫ്, ബാവിസിൻ, ഇങ്ങനെ നിരവധി കുമിൾനാശിനികളുണ്ട്. അത് 2 ആഴ്ചയിൽ ഒരിക്കൽ വീതം പിന്നെ കളിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വാഴയുടെ ഇലയിൽ ഈ വെള്ളം അങ്ങനെ പെട്ടെന്ന് പറ്റി പിടിച്ചിരിക്കത്തില്ല. ചേമ്പലി വെള്ളം വീഴുന്നു പറഞ്ഞതുപോലെയാണ്. അപ്പോൾ വാഴയുടെ ഇലയിൽ നമ്മൾ എന്തെങ്കിലും മരുന്ന് കളിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ഒരു പശ കൂടെ ചേർക്കണം. അപ്പോൾ സാൻഡോബിറ്റ് പോലെയൊക്കെയുള്ള പശകൾ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ കുമിൾനാശിനി കീടനാശിനികളൊക്കെ തളിക്കുമ്പോൾ അതിൻ്റെ കൂടെ പശ കൂടെ ചേർത്ത് തളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു മാരകമായ രോഗമാണ് പനാമ വാട്ട രോഗം. ഇതൊക്കെ വാഴക്കന്നിലൂടെ, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന വാഴക്കന്നിലൂടെ നമ്മുടെ നാട്ടിൽ എത്തിപ്പെടുന്ന ഒരു രോഗമാണ്. ഈ രോഗം അവസാനത്തെ സ്റ്റേജിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ. വാഴ നട്ട ഒരു 3-4 മാസം എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ അടിയോലയൊക്കെ മഞ്ഞളിച്ച് ഒടിഞ്ഞ് വീഴുകയും അത്തരത്തിലുള്ള വാഴ നമ്മൾ മുറിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിറമാറ്റം ഉണ്ടാകും, ഒരു ഫൗൾ സ്മെല്ലുണ്ടാകും. അപ്പം ഈ രോഗത്തെ നമ്മൾ നിയന്ത്രിക്കുന്നതിനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രോഗബാധ ഇല്ലാത്ത കന്നുകൾ ഉറപ്പാക്കിയതിന് ശേഷം വേണം നടുന്നതിനായിട്ട് തിരഞ്ഞെടുക്കാൻ. പിന്നെ ഈ കാർബൻ ഡാസിയം അല്ലെങ്കിൽ ബാവിഷൻ എന്ന് പറയുന്ന കുമിൾനാശിനി ലായനിയിൽ ഈ കന്നുകൾ മുക്കി അരമണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം തണൽ തുടങ്ങി നടുക. പിന്നെ കൃഷിയിടത്തിൽ നമ്മൾ ഈ രോഗം കാണുമ്പോൾ അതൊരു കൃഷി വിദഗ്ധന്റെ സഹായത്താൽ അത് ഇന്ന രോഗമാണെന്ന് നമ്മൾ കൺഫേം ചെയ്യണം. അതിനുശേഷം വേണം നമ്മൾ നിവാരണത്തിലേക്ക് പോകാനായിട്ട്. പലപ്പോഴും ഇവിടെയാണ് നമുക്ക് കർഷകർക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ രോഗം ബാധിച്ച വാഴകൾ അത് കുത്തിയെടുത്ത് കളയണം. കാരണം അവിടെ ഇവിടെയൊക്കെ 1-2 വാഴയായിട്ടായിരിക്കും ആദ്യം ഇത് തുടങ്ങുന്നത്. നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ മറ്റു വാഴകളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യും. അങ്ങനെ കുത്തിയെടുത്ത് കളഞ്ഞതിന് ശേഷം ആ വാഴക്കൊടിയിൽ 1 കിലോ കുമ്മായം ഇട്ട് കൊടുക്കുക. പിന്നീട് അതിൻ്റെ അടുത്തടുത്തുള്ള വാഴകളിലൊക്കെ നമ്മൾ ഈ കാർബൻ ഡാസിയം അല്ലെങ്കിൽ കോണ്ടാഫ്, ടിൽറ്റ് പോലുള്ള കുമിൾനാശിനികൾ ചുവട്ടിലൊഴിച്ചു കൊടുക്കണം. ഒരു 4-5 മാസം പ്രായമായ വാഴയ്ക്ക് ഒരു 4-5 ലിറ്ററെങ്കിലും വേണ്ടി വരും. അതല്ലെങ്കിൽ നമുക്ക് കോപ്പർ ഓക്സിക്ലോറൈഡ് അതും നമുക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പനാമ വാട്ടത്തിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഫംഗിസൈഡാണ് പണ്ട് തൊട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാർബൻ ഡാസിയം അല്ലെങ്കിൽ ബാവിസിൻ എന്ന് പറയുന്ന ഫംഗിസൈഡ്. ഇനി പനാമ വാട്ടം പോലെ തന്നെ കാണിക്കുന്ന രോഗലക്ഷണമുള്ള മറ്റൊരു രോഗമാണ് മോക്കോ വിൽറ്റ് അല്ലെങ്കിൽ ബാക്ടീരിയൽ വിൽറ്റ്. ഇപ്പോൾ പനാമ വാട്ട രോഗം ഒരു കുമിൾ മൂലം ഉണ്ടാകുന്നതാണെങ്കിൽ മോക്കോ വിൽറ്റ് എന്ന് പറയുന്നത് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. അപ്പോൾ രണ്ടിൻ്റെയും രോഗലക്ഷണങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഈ പനാമ വാട്ടത്തിൽ അടിയാറ് തൊട്ടാണ് മഞ്ഞച്ച് കയറുന്നതെങ്കിൽ ഈ ബാക്ടീരിയൽ വിൽറ്റിൽ ആദ്യം അതിൻ്റെ നാമ്പോലയ്ക്കായിരിക്കും ഒരു ക്ഷീണം സംഭവിക്കുക. അതിനുശേഷമാണ് അതിനടിയിലുള്ള ഇലകളൊക്കെ മഞ്ഞളിച്ച് ഒടിഞ്ഞു വീഴുക. പിന്നെ ഇതിന് ചുവട്ടിൽ നിരവധി സക്കറകൾ ഉണ്ടാകാറുണ്ട്. ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നിരവധി സക്കറകൾ ഉണ്ടാകും. പക്ഷെ കാഴ്ചയിൽ അത് ആരോഗ്യമുള്ളതെന്ന് തോന്നും. പക്ഷെ അത്തരത്തിൽ രോഗബാധയുള്ള അതിൻ്റെ ചുവട്ടിൽ കാഴ്ചയിൽ ആരോഗ്യമുള്ളതെന്ന് തോന്നുകയാണെങ്കിൽ പോലും അതിൻ്റെ കന്നുകൾ ഒരിക്കലും നടാനായിട്ട് എടുക്കരുത്. അപ്പോൾ ഈ രോഗത്തെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗബാധ ഇല്ലാത്ത കന്നുകൾ തിരഞ്ഞെടുക്കുക. അതോടൊപ്പം തന്നെ രോഗം കണ്ടെത്തിയ ആ വാഴ എഴുത് നമ്മൾ നശിപ്പിക്കുക. അതിനുശേഷം അതിൻ്റെ ചുവട്ടിൽ ആ തടത്തിൽ ബ്ലീച്ചിങ് പൗഡർ, ഇപ്പം മഴക്കാലമൊക്കെ ആണെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ വിതറിയിട്ട് കുറച്ച് ഒരു 200 ഗ്രാമൊക്കെ ബ്ലീച്ചിങ് പൗഡർ ഒരു തടത്തിൽ വിതറിയിട്ട് കൊടുക്കുക. പിന്നെ അടുത്ത് ഉള്ള വാഴകളിൽ അതിൻ്റെ ചുവട്ടിൽ
രോഗം ബാധിച്ചതിൻ്റെ അടുത്ത് നിൽക്കുന്ന വാഴകളിൽ പിന്നെ 1 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം എന്നുള്ള രീതിയിൽ ബ്ലീച്ചിങ് പൗഡർ കലർത്തി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇത് ബാക്ടീരിയയാണ്, വെള്ളത്തിലൂടെയാണ് പകരുന്നത്. അപ്പം ഈ പിന്നെ നമ്മൾ ഫ്ലഡ് ഇറിഗേഷൻ അല്ലെ ഫറോ ഇറിഗേഷൻ ഒക്കെ നടത്തി കഴിയുമ്പോൾ അല്ലെ മുക്കി നനയ്ക്കാന്ന് പറയും, ഒരു ഫീൽഡ് കൊണ്ട് മുക്കി നനയ്ക്കുക. അങ്ങനെ മുക്കി നനയ്ക്കുമ്പോൾ അതിൽ ഒരു ചെടിക്ക് ബാക്ടീരിയൽ രോഗം ഉണ്ടെങ്കിൽ അത് എല്ലാത്തിലേക്കും സ്പ്രെഡ് ചെയ്യും. അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അത് കഴിയുക തടത്തിൽ മാത്രം നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ വെള്ളപ്പൊക്കം പോലെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതിനുശേഷം COC 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഈ തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ വാഴക്കന്നുകൾ നടുന്നതിന് മുന്നേ ഈ COC ഈ ലൈനിൽ മുക്കി വെച്ചതിന് ശേഷം നടുന്നതും നല്ലതാണ്. അപ്പോൾ ഈ പനാമ വാട്ടവും ബാക്ടീരിയൽ വാട്ടവും നമുക്ക് വന്നു കഴിഞ്ഞാൽ വൈറസ് പോലെയാണ്. ആ വാഴയെ രക്ഷിക്കാൻ സാധിക്കത്തില്ല. അതിന് ചുറ്റുമുള്ള വാഴകളെയൊക്കെ നമുക്ക് വരുന്ന പ്രയോഗത്തോടെ രക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ വാഴക്കന്നുകൾ വെച്ച് കഴിയുമ്പോൾ ഒരു 100 കന്ന് വെച്ചെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞിട്ടും ചില കൊടികളിലൊക്കെ കന്നുകളൊന്നും കിളുക്കാതിരിക്കും, അല്ലെങ്കിൽ വളരെ വീക്കായിട്ട് കിളുത്ത് വന്നിട്ട് വളരെ വീക്കായിട്ടിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആ കന്നുകൾ പൊക്കി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ കുഴിയിൽ തന്നെ ഇരുന്ന് അഴുകി പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതും ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ഇത്രയാണ് കുമിൾ ബാക്ടീരിയൽ രോഗങ്ങൾ. ഇനി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാറ്റഗറിയാണ് വൈറസ് രോഗങ്ങൾ. നമുക്കറിയാം, ഇപ്പോൾ കൊറോണ വൈറസ് ബാധിച്ചതിന് ശേഷം നമ്മൾ എത്രമാത്രമാണ് കഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് പറയുന്ന പോലെ വാഴയ്ക്കുമുണ്ട് കൊറോണയ്ക്ക് സമാനമായിട്ടുള്ള 2-3 വൈറസ് രോഗങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനം ഉള്ള രോഗമാണ് ബനാന ബ്രാക്റ്റ് മൊസൈക്ക് വൈറസ്, അല്ലെങ്കിൽ കൊക്കാൻ രോഗം എന്ന് പറയും. കേരളത്തിലെ ഏത് വാഴത്തോട്ടത്തിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ആ വാഴത്തോട്ടത്തിൽ കൊക്കാൻ വൈറസ് ബാധ ഉണ്ടാകും. കൊക്കാൻ വൈറസ് രോഗബാധ ഇല്ലാത്ത ഒരു വാഴത്തോട്ടം ഇന്നിപ്പോൾ കേരളത്തിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വാഴയുടെ ഏറ്റവും മാരകമായ ഒരു രോഗമാണ് കൊക്കാൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ പണ്ട് ഉണ്ടായിരുന്ന ഒരു വൈറസ് രോഗമാണ് ബഞ്ചി ടോപ്പ് വൈറസ്. ഇപ്പോഴും ഉണ്ട്, എങ്കിലും നമ്മൾ അതിനെ ഒരു പരിധി വരെയൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഫെക്ഷസ് ക്ലോറോസിസ് അല്ലെങ്കിൽ കുക്കുംബർ മൊസൈക്ക് വൈറസ്, പിന്നെ ബനാന സ്ട്രീക്ക് വൈറസ്. അപ്പോൾ ഈ 4 വൈറസുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്നിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കൊക്കാൻ രോഗമാണ്. കൊക്കാൻ രോഗത്തിന്റെ പല പല സ്റ്റേജസ് ആണ് അതിന്റെ സിംറ്റംസ്. അപ്പോൾ അതിന്റെ രോഗലക്ഷണം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് വാഴച്ചുണ്ടിന്റെ പുറം പോളയിലാണ്. ക്രീം നിറത്തിലുള്ള വരകളായിട്ട് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് അതിനെ ബ്രാക്റ്റ് മൊസൈക്ക് എന്ന് പറയുന്നത്. ബ്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴച്ചുണ്ടിനെ പൊതിഞ്ഞിരിക്കുന്ന ആ വയലറ്റ് കളറിലുള്ള പോളയാണ്, ചുണ്ടിന്റെ പോള. അപ്പോൾ അതിലാണ് ഈ മൊസൈക്ക് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് രോഗലക്ഷണങ്ങൾ വാഴയുടെ സ്യൂഡോസ്റ്റം അല്ലെങ്കിൽ വാഴ തടയിൽ കാണും. നീളത്തിൽ വിട്ടുവിട്ടുള്ള തവിട്ട് നിറത്തുള്ള വരകൾ ഉണ്ടാകും. ചിലപ്പോൾ വാഴ പിണ്ടി തന്നെ ചിലപ്പോൾ മൊത്തത്തിൽ ചുമന്നിരിക്കും. പിന്നെ വാഴയുടെ ഇലകൾ നമുക്കറിയാം സ്പൈറലായിട്ടാണ് ആരോഗ്യമുള്ള വാഴയിൽ വരുന്നത്, ചുറ്റിയാണ് വരുന്നത്. എന്നാൽ ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പല വാഴകളിലും 2 സൈഡിലേക്കായിട്ട് മാത്രം രോഗം വരാറുണ്ട്. അതും ഈ രോഗത്തിന്റെ ഒരു ലക്ഷണമാണ്. പക്ഷേ നിങ്ങളൊക്കെ കണ്ടിരിക്കും ഈ ഗാർഡൻസിലൊക്കെ പിന്നെ ട്രാവലേഴ്സ് പാം എന്ന് പറഞ്ഞ് ഒരു ചെടിയുണ്ട്, അലങ്കാര ചെടി, ട്രാവലേഴ്സ് പാം. അതിന്റെ ഇലകളൊക്കെ 2 സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ വാഴയുടെ ഇലകൾ ഈ ട്രാവലേഴ്സ് പാമിന്റെ രീതിയിൽ 2 സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഈ കൊക്കാൻ രോഗത്തിന്റെ ലക്ഷണമാണ് എന്നുള്ളത്. ഇതിപ്പോൾ ഏത്തവാഴയിൽ ഈ ട്രാവലേഴ്സ് പാമിലേക്ക് ലീഫ് അപ്പിയറൻസ് 2 സൈഡിലേക്കായിട്ട് മാത്രം വന്നിരിക്കുകയാണ്. ആ വാഴ ഇതിപ്പോൾ ഏതാണ്ട് കുലയ്ക്കാൻ പോവാണ്. അത് കൊലച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ അത് ചിലപ്പം ആകാശം നോക്കി നിൽക്കും അതിൻ്റെ ചുണ്ട്. പിന്നെ പെട്ടെന്നായിരിക്കും അത് വളയുന്നത്. ആ വളയുമ്പോൾ ചിലപ്പോൾ ചുണ്ട് ഒടിഞ്ഞു വീഴുകയും ചെയ്യും. പിന്നെ അങ്ങനെ ഒടിഞ്ഞു വീഴാതെ വാഴ കൊലച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും അതിൻ്റെ കൊല ഉണ്ടാകുന്നത്. കാളാമുണ്ടനൊക്കെ വളരെ നീളം വെച്ചിട്ട് അതിൽ 3-4 പടലകൾ ഉണ്ടാകും. ആ പടലകൾക്കൊന്നും ഒരു ദൃഢത ഉണ്ടാകത്തില്ല. ചായൊക്കെ വല്ല കല്ലൻ വളരെ കെട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇതൊന്നും പഴുപ്പിക്കാലോ അല്ലെങ്കിൽ ചിപ്സ് ഉണ്ടാക്കിയാലോ ഒന്നും നല്ല ക്വാളിറ്റി ആയിരിക്കത്തില്ല. നമുക്ക് വേണമെങ്കിൽ കറിക്കായിട്ട് ഉപയോഗിക്കാം, അത്രയേ ഉള്ളൂ. ഇത് റോബസ്റ്റ, ഈ വലതുവശത്ത് കാണുന്നത് ഏത്തവാഴയിലുള്ള നിയന്ത്രണത്തിലുള്ള കൊക്കാൻ രോഗവും, ഇടതുവശത്ത് കാണുന്ന 2 റോബസ്റ്റ വാഴയിലുള്ള കൊക്കാൻ രോഗമാണ്. റോബസ്റ്റ വാഴയിൽ അതിൻ്റെ പിണ്ടി ഒരു ബ്രൗണിഷ് ആകും മൊത്തത്തിൽ. ഒന്നെങ്കിൽ ബ്രൗണിഷ് ട്രീസ് ഉണ്ടാകും, അല്ലെങ്കിൽ പിണ്ടി മൊത്തമായിട്ടൊരു ബ്രൗൺ കളറാകും. അപ്പോൾ വാഴയുടെ ഇനം അനുസരിച്ച് ഈ രോഗലക്ഷണങ്ങൾക്ക് ഇതിൻ്റെ കളറിനൊക്കെ വ്യത്യാസം വരും. ഇനി വളരെ അഡ്വാൻസ്ഡ് ഒരു സ്റ്റേജിൽ ഈ ഓലകളെല്ലാം കരിഞ്ഞുണങ്ങി പോവുകയും ചെയ്യും ഈ കൊക്കാൻ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ.
നമ്മൾ അത്തരത്തിലുള്ള വാഴ പിഴുതു നോക്കിക്കഴിഞ്ഞാൽ അതിന് വേരും കാണത്തില്ല. അപ്പോൾ ഇത് വളരെ മാരകമായൊരു രോഗമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു 50 വാഴയിലെങ്കിലും കൂടുതൽ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ക്രോപ്പ് ഇൻഷുറൻസ് എടുത്തിരിക്കണം. രോഗബാധ മാത്രമല്ല, നമുക്കറിയാം കാലാവസ്ഥയുള്ള വ്യതിയാനം കൊണ്ട് കാറ്റടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കാലാവസ്ഥയുള്ള വ്യതിയാനം കൊണ്ട് 100% കൃഷി നശിച്ചു പോകും. അതുകൊണ്ട് വിള ഇൻഷുറൻസ് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. വാഴ കൃഷി മാത്രമല്ല, എല്ലാ കൃഷിയിലും ഇന്നിപ്പോൾ അത് വേണ്ടതായിട്ടുണ്ട്. പിന്നെ വാഴയിലെ ഈ കൊക്കാൻ രോഗവും കുറുനാമ്പ് രോഗവും പരത്തുന്നത് വാഴയിൽ കാണുന്ന വാഴപ്പേൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാണിയാണ്, മുഞ്ഞ. ബനാന ഏഫിഡ് വാഴപ്പേൻ എന്നൊക്കെ പറയാറുണ്ട്. പെൻഡലോണിയ നൈഗ്രോ നെർവോസ എന്ന് പറയുന്ന ഒരു മുഞ്ഞയാണ്. ഈ മുഞ്ഞ കേരളത്തിൽ പ്രധാനമായിട്ട് 3 മാരക രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ബനാന ബ്രാക്ടോമൊസൈക്ക്, അതായത് കൊക്കാൻ രോഗം. മറ്റൊന്ന് വഞ്ചി ടോപ്പ്. മറ്റൊരു രോഗം ഹൈറേഞ്ചിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന ഏലത്തിലുള്ള കറ്റ അല്ലെങ്കിൽ മൊസൈക്ക് രോഗം എന്ന് പറയുന്നത്. ഇനി ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് ഈ കൊക്കാൻ രോഗത്തെ നിയന്ത്രിക്കുക. രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രാധാന്യമാണ് രോഗബാധ ഇല്ലാത്ത കന്നുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാഴത്തോട്ടം പോയി വിസിറ്റ് ചെയ്ത് രോഗബാധ ഇല്ലാത്ത നല്ല ആരോഗ്യമുള്ള വാഴകൾ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് അതിൽ നിന്ന് മാത്രമേ കന്നുകൾ എടുക്കാവുള്ളൂ. പിന്നെ കൊലയ്ക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ വളർച്ചയെത്തി ഒരു 2-3 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 4 മാസത്തിനുള്ളിൽ കൊക്കാൻ രോഗം ബാധിച്ച വാഴക്കന്നുകൾ കാണുകയാണെങ്കിൽ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അത് പിഴുതെടുത്ത് നശിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നൈട്രജൻ വളങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കരുത്. ബാലൻസ്ഡ് ആയിട്ടുള്ള വളപ്രയോഗം, രാസവളം മാത്രമേ ചെയ്യാവൂ. പൊട്ടാഷ് വളം സമയത്ത് തന്നെ കൊടുക്കണം. ഒട്ടും കുറയ്ക്കാൻ പാടില്ല, ഒട്ടും ഒഴിവാക്കാൻ പാടില്ല. പിന്നെ ഈ മുഞ്ഞയെ നിയന്ത്രിക്കുന്നതിനായിട്ട് നമുക്ക് ഏതെങ്കിലും കോണ്ടാക്റ്റ് ആയിട്ടുള്ള ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്യാം. അത് വാഴച്ചോട്ടിൽ വേണം സ്പ്രേ ചെയ്യാനായിട്ട്. വാഴക്കന്നിലാണ് സാധാരണ ഇലപ്പേനൊക്കെ ഇരിക്കുന്ന വാഴക്കന്നിലും അതിൻ്റെ ചോട്ടിലെ പോളയ്ക്കൊക്കെ ഇടയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ ചോട്ടിലും കന്നുകളിലും ഒക്കെ വേണം സ്പ്രേ ചെയ്യാനായിട്ട്. മേളിൽ ഇലയിൽ സ്പ്രേ ചെയ്തിട്ട് വലിയ കാര്യമൊന്നും. പിന്നെ നമ്മൾ പുതുതായിട്ട് വാഴ കൃഷി തുടങ്ങുമ്പോൾ അതിൻ്റെ അടുത്തൊക്കെ എവിടെയെങ്കിലും പല വാഴകളിൽ, ഞാലിപ്പൂവിനും പാളയംകുടനൊക്കെ പല വാഴ നമ്മുടെ വീട്ടുവളപ്പിൽ അടുത്തൊക്കെ കാണും. അതിലൊക്കെ 100% ഈ രോഗമുണ്ട്. അപ്പോൾ അതിനടുത്ത് കൊണ്ടുപോയി നമ്മൾ രോഗബാധ ഇല്ലാത്ത കന്നുകൾ നമ്മൾ നട്ടു കഴിഞ്ഞാലും ഈ വാഴപ്പേൻ വഴി ഇത്തരം വാഴയിലേക്ക്, നമ്മൾ കൃഷി ചെയ്യുന്ന വാഴയിലേക്ക് ഈ രോഗം ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത്തവാഴ കൃഷി ചെയ്യുന്നതിന് ചുറ്റും നിൽക്കുന്ന ഞാലിപ്പൂവൻ, പാളയംകോടൻ വാഴ, ഈ വാഴയിലൊന്നും നമ്മളൊരു പരിചരണ സാധനം നൽകാറില്ല. അവയുടെ ഒക്കെ ചുവട്ടിൽ ആവശ്യമില്ലാത്ത കന്നുകളൊക്കെ കുത്തിപ്പറിച്ച് കളഞ്ഞതിന് ശേഷം അവയുടെ ഒക്കെ ചുവട്ടിൽ ഒരു കീടനാശിനി സ്പ്രേ ചെയ്ത് ഇത്തരം പെയിനുകളെ നിയന്ത്രിക്കണം. ഒരുപക്ഷെ ഈ ഒരു മാർഗം ആരും തന്നെ പറഞ്ഞു തന്നിരിക്കാൻ സാധ്യതയില്ല, ഒരു കർഷകർക്കും പറഞ്ഞു തന്നിരിക്കാൻ സാധ്യതയില്ല. പക്ഷെ എൻ്റെ ഫീൽഡ് എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു അഡ്വൈസ് തരുന്നത്. കുറുനാമ്പ് രോഗം നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമുക്കറിയാം അതിൻ്റെ രോഗലക്ഷണം എന്താണെന്നുള്ളത്. ഇലകളെല്ലാം കുറുകി വരിക, അതിനുശേഷം അത് ബഞ്ചിങ്, മേളിൽ ഇങ്ങനെ കൂടിയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നിയന്ത്രിക്കാനായിട്ട് സാധിക്കത്തില്ല. രോഗബാധ ഇല്ലാത്ത വാഴയുടെ കന്നുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. രോഗബാധ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പിഴുതെടുത്ത് നശിപ്പിക്കുക. ഇത് ഒരു മൊസൈക്ക്, ഇൻഫെക്ഷസ് ഫ്ലോറോസിസ് എന്ന് പറയുന്ന കുക്കുംബർ മൊസൈക്ക് വൈറസ് ആണ്. ഇത് മിക്കവാറും ഏത്ത വാഴയിലും പല വാഴകളിലും ഉണ്ട്. പെട്ടെന്ന് വാഴ നശിച്ചൊന്നും പോകത്തില്ല. പക്ഷേ 2-3 ജനറേഷൻ കൊണ്ടൊക്കെ വാഴയുടെ ഉൽപ്പാദനം കുറയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ കൂമ്പില്ലാക്കണൻ എന്ന് പറഞ്ഞൊരു വാഴ ഉണ്ടായിരുന്നു. ഈ വാഴ അന്യം നിന്ന് പോകാനുള്ള ഒരു കാരണം ഈ ഒരു രോഗബാധയാണ്. പെട്ടെന്ന് വാഴയെ നശിപ്പിക്കത്തില്ല, പക്ഷെ 4-5 ജനറേഷൻ കൊണ്ട് വാഴ നശിച്ചു പോകും. ബനാന സ്ട്രീക്ക് എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ട്. ഇതൊക്കെ തമിഴ്നാട്ടിലാണ് ആദ്യം കണ്ടത്. തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ടയുടെ ചില പ്രദേശങ്ങളിലൊക്കെ ഈ രോഗബാധയുള്ള വാഴകൾ ഉണ്ട് എന്ന് ചില കൃഷിക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാഴയുടെ അടിയിലത്തെ ഇലകളിൽ ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള വരകൾ, പാടുകൾ ഉണ്ടാകുന്നു. പിന്നീട് ഇല മൂക്കുന്നതിനനുസരിച്ച് ആ പാടുകൾ ഒരു കറുത്ത നിറത്തിലേക്ക് മാറുന്നു. അതുകൊണ്ടാണ് ബനാന ബ്ലാക്ക് സ്ട്രീക്ക് വൈറസ് എന്നതിനെ പറയുന്നത്. ഇത് പാളയംകോടൻ വാഴയിലും ഏത്തവാഴയിലും ഒക്കെ കാണാറുണ്ട്. തൽക്കാലം ഇതൊരു മൈനർ രോഗമായിട്ട് കരുതിയാൽ മതി. പക്ഷെ എവിടെയെങ്കിലും ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ കൃഷി ഓഫീസറെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അറിയിക്കണം ഇത്. അപ്പോൾ ഇനി അടുത്തായിട്ട് വാഴയിലെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ചില കീടങ്ങളാണ് പിണ്ടിപ്പുഴു, കരിക്കൻ അല്ലെങ്കിൽ മാണവണ്ട് എന്നറിയപ്പെടുന്നു, പിന്നെ മുഞ്ഞകൾ, ഇലകൾ തിന്നുന്ന പുഴുക്കൾ, പിന്നെ നിമാവരകൾ, ഊരൻ എന്ന് പറയുന്ന സോയിൽ മീലി ബഗ്,
പിന്നെ ലേസ് ബഗ്സ്, മണ്ടരികൾ, അങ്ങനെ നിരവധി കീടബാധ ഉണ്ട് വാഴയിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കീടങ്ങളാണ്. അതിൽ ഒരു കീടമാണ് റൈസോമീബിൾ. കർഷകർ അതിനെ മാണപ്പുഴു എന്ന് പറയും, അല്ല മാണവണ്ട് എന്ന് പറയും, മലയാളത്തിൽ കരിക്കൻ എന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വാഴക്കന്ന് നടുന്നതിന് മുന്നേ ഇത് ചെത്തി ഒരുക്കണം. ചെത്തി ഒരുക്കിയാൽ മാത്രമേ കരിക്കൻ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ നമ്മൾ ചെത്തി ഒരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കന്ന് തന്നെ മുഴുവൻ കെട്ടി ചെയ്ത് കളയേണ്ടതായിട്ട് വരും. കാരണം ഇത് ഉള്ളിലേക്ക് അങ്ങ് കയറിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ചെത്തി ഒരുക്കിയതിന് ശേഷം നമ്മൾ നടുക. ചെത്തി ഒരുക്കിയതിന് ശേഷം നമ്മൾ ഒരു കീടനാശിനി ഇത് മുക്കിയതിന് ശേഷം, അതായത് ഇതിനായിട്ട് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ക്ലോർപൈറിഫോസ് എന്ന് പറയുന്ന കീടനാശിനി 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ. അപ്പോൾ ഏതായാലും കീടനാശിനി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു കുമിൾനാശിനിയും കൂടെ ഉപയോഗിക്കാം. കാരണം കുമിൾ, പനാമ വാട്ടം പോലെയൊക്കെയുള്ള മറ്റു പല രോഗബാധകളും ഉണ്ടാകാറുണ്ട്. അപ്പം ക്ലോർപൈറിഫോസ് 2 മില്ലി, ബാവിസ്റ്റിൻ 2 ഗ്രാം, ഇത് രണ്ടും കൂടി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഒരു 30 മിനിറ്റ് ലായനിയിൽ മുക്കി വെച്ച് പിന്നെ തണലത്ത് ഒരു 15 ദിവസം ഉണങ്ങിയാൽ മതി. അതിനുശേഷം നമ്മൾ ഇടുക. പിന്നെ ഈ മാണവണ്ടിനെയും മറ്റേ തടതിരപ്പൻ വണ്ടിനെയും ഒക്കെ നമുക്ക് ഈ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും, ആകർഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വാഴത്തട നമ്മളൊരു 1-2 അടി നീളത്തിൽ മുറിച്ചിട്ട്, കേടായ വാഴയുടെ ഒക്കെ നമ്മൾ മുറിച്ചിട്ട് അത് നടുവെ സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്തിട്ട് മുറിപാടിൽ നമ്മൾ കുറച്ച് ബിവേറിയ ബെസിയാന എന്ന് പറഞ്ഞ ഒരു ജീവാണു കുമിൾനാശിനിയുണ്ട്, അതിന് ജീവാണു കീടനാശിനിയുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് വിതറിയതിന് ശേഷം, പൗഡർ രൂപത്തിലുള്ളതാണ്, വിതറിയതിന് ശേഷം നമ്മൾ 2 മുറിപാടും കൂടെ ചേർത്ത് വെച്ച് ഇതിനിടയ്ക്ക് ഒരല്പം ഗ്യാപ്പ് കിട്ടാനായിട്ട് ഒരു ചെറിയ തടി കഷ്ണമോ അല്ലെങ്കിൽ ചെറിയ 2 കല്ലുകൾ എടുത്ത് വെക്കുക. അപ്പോൾ 3-4 ദിവസം കഴിയുമ്പോഴത്തേനും ഈ വാഴപ്പിണ്ടി ഒന്ന് അവിഞ്ഞ് അതിൻ്റെ ഒരു പുളിച്ച ഒരു സ്മെല്ല് വന്ന് കഴിയുമ്പോഴത്തേനും അതിലേക്ക് ഈ വണ്ടുകളൊക്കെ കയറി വന്നതിനിടയ്ക്ക് കയറി ഇരുന്ന് അത് നശിച്ചു പോകും. കാരണം അതിൽ നമ്മൾ ഒരു ഈ കുമിൾനാശിനി കൂടെ നമ്മൾ വിതറിയിട്ടുണ്ട്. അപ്പം കുമിൾ രോഗം ബാധിച്ച്, വെളുത്ത ഫംഗസ് ബാധിച്ചിട്ട് ഈ വണ്ടുകൾ നശിച്ചു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി ഈ മാണപ്പുഴുവിൻ്റെ വണ്ടിനെ പിന്നെ നശിപ്പിക്കുന്നതിനായിട്ട് ചില ഫെറോമോൺ കെണികളും ലഭ്യമാണ്. കോസ്മോലിയോർ എന്ന് പറയുന്ന ഫെറോമോൺ കെണി ലഭ്യമാണ്. അപ്പോൾ ആ ഫെറോമോൺ കെണിയിൽ ആൺവണ്ടുകളും പെൺവണ്ടുകളും വീഴും. അപ്പോൾ അത് നമുക്ക് കൃഷിയിടത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി തടപ്പുഴു, തടപ്പുഴു അല്ല പിണ്ടിപ്പുഴു, സ്യൂഡോസ്റ്റം വീബിൾ എന്ന് പറയും. ഇതിൻ്റെ ഉപദ്രവം വളരെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ എല്ലാം പറമ്പുകളിലുള്ള വാഴയിൽ ഇത് ഉണ്ടാകാറുണ്ട്. ഈ വാഴയുടെ കൊല ഒടിഞ്ഞു വീഴുമ്പോഴായിരിക്കും പലപ്പോഴും നമ്മളിത് കാണുന്നത്. പക്ഷേ ഈ കീടം ആക്രമണം ആരംഭിക്കുന്നത് വാഴ കൃഷി ചെയ്തൊരു 4 മാസം പ്രായം എത്തുന്ന സ്റ്റേജ് തൊട്ടാണ് അതിൻ്റെ ആക്രമണം ആരംഭിക്കുന്നത്. പക്ഷെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കൊലയ്ക്കുന്ന ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും ഒടിഞ്ഞു വീഴുമ്പോഴാണ്. അപ്പോൾ 4-ാം മാസം തൊട്ടാണ് ഈ കീടം ആക്രമിക്കുന്നത്. ഷോർട്ട് ഹോൾ സിംറ്റംസ് എന്ന് പറയും. അതായത് വാഴയിൽ നമ്മളൊരു തോക്ക് കൊണ്ട് വെടിവെച്ച് കഴിഞ്ഞാൽ, ഒരു ഭിത്തിയിലൊക്കെ വെടിവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇങ്ങനെ ഷോർട്ട് ഹോൾസ് ആണ്. എന്ന് പറഞ്ഞാൽ വാഴയിൽ ആരോ വെടിവെച്ചതുപോലെ നിരവധി ദ്വാരങ്ങൾ കാണാം. ആ ദ്വാരങ്ങളിലൂടെ ചിലപ്പോൾ പശ പുറത്തോട്ട് കളി വരുന്നത് കാണാം. പിന്നെ വാഴ പിണ്ടിയൊക്കെ തിന്നതിന് ശേഷമുള്ള ഈ കീടങ്ങളുടെ എക്സ്ക്രീറ്റയും അതൊക്കെ പുറത്തോട്ട് തള്ളി വരുന്നത് കാണാം. നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുഴുക്കൾ കാണാം, അതുപോലെ ചെറിയ വണ്ടുകളും കാണാം. ഈ കാഴ്ചയിൽ ഈ 2 വണ്ടുകളും ഏതാണ്ട് ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഈ കരിക്കൻ വണ്ടുകളും പിന്നെ ഈ പിണ്ടിപ്പുഴുവിൻ്റെ വണ്ടും ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ പിണ്ടിപ്പുഴുവിൻ്റെ വണ്ട് ഒരല്പം കൂടെ ചെറുതാണ്, അല്പം കൂടെ ചെറുതാണ് കാഴ്ചയിൽ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നോട്ടത്തിൽ. അപ്പോൾ ഇതൊരു മാരകമായൊരു കീടബാധയാണ് വാഴയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് സാനിറ്റേഷൻ നമുക്കുണ്ടാകും. വാഴയുടെ രോഗങ്ങളും കീടങ്ങളും ഒക്കെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ഫീൽഡ് സാനിറ്റേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ എവിടെയെങ്കിലും പിണ്ടിപ്പുഴു ബാധിച്ച് ഒടിഞ്ഞ് വീണ വാഴകളുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ വെട്ടിയെടുത്ത് മാറ്റി നശിപ്പിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വാഴത്തട വെട്ടിയെടുത്തിട്ട് കീറി നമുക്ക് ബിവേറിയ ബെസിയാന എന്ന് പറയുന്ന മിത്ര കുമിളിനെ വിതറി നമുക്ക് ഈ വണ്ടുകളെ ട്രാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, വാഴപ്പിണ്ടിയിലേക്ക് ട്രാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കണ്ണാറ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയിരിക്കുന്ന ഒരു നെമറ്റോഡ് ഉണ്ട്, എൻഡമോപാത്തജനിക് നെമറ്റോഡ്, EPN. അത് പിന്നെ ഈ അരിപ്പുഴുവിൻ്റെ
അരിപ്പുഴുവിലാണ് അവരതിനെ മൾട്ടിപ്ലൈ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അരിപ്പുഴുവിനകത്ത് ഏതാണ്ട് ഒരു 1000-1500 നിമാവിരകളുണ്ടാവും. ഈ നിമാവിരകൾ ഇത്തരത്തിലുള്ള ഈ പുഴുക്കളെ നശിപ്പിക്കുന്നതാണ്. പല പല കീടങ്ങളെയും, വേര് തിന്നുന്ന പുഴുക്കളെയും ഈ സ്യൂഡോസ്റ്റം വീവിളിൻ്റെ പുഴുക്കളെയും ഒക്കെ നശിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വാഴ കൗളിൽ അപ്പം കടാവേഴ്സ് എന്ന് പറയും, ഏപ്പിയൻ കടാവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്ത പുഴുക്കൾ, നിമാവിരകൾ ബാധിച്ച് ചത്ത പുഴുക്കൾ, അത് നമ്മൾ വാഴ കൗളിൽ ഇട്ട് കൊടുത്തിട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. ഇടയ്ക്കത്തെ ഒരു 3-4 കൗളിലിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് മഴക്കാലമാണ് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, വേനൽക്കാലമാണ് അല്പം വെള്ളം. കാരണം ഈ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ന്യൂമറ്റോഡിനൊന്ന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈ കെമിക്കൽ കൺട്രോളായിട്ട് നമ്മൾ പറയുന്നത് ക്വിനോൾ ഫോസ് അല്ലെങ്കിൽ എക്കാലക്സ് ഫ്ലോർ പൈറിഫോസ്, ഇത് 2 മില്ലി ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് വാഴ നട്ട് 4-ാം മാസവും 5-ാം മാസവും 4-ാം മാസവും ഒരു 5.5 മാസം കൂടെ ആയി കഴിയുമ്പോൾ 2 തവണ ഈ കൗളിൽ ഒഴിച്ചു കൊടുക്കുക. ആദ്യത്തെ തവണ നമ്മൾ എക്കാലക്സ് ആണ് അല്ലെങ്കിൽ ക്വിനോൾ ഫോസ് ആണ് ഒഴിക്കുന്നതെങ്കിൽ 2ാമത്തെ തവണ ഫ്ലോർ പൈറിഫോസ് മാറി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അതായത് നമ്മുടെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകന്റെ കൃഷിയിടത്തിൽ ഒരു മണ്ണിര കമ്പോസ്റ്റിന്റെ യൂണിറ്റ് കൂടെ അയാൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ വാഴയെ ബാധിക്കുന്ന പല കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. കാരണം വാഴത്തോട്ടത്തിൽ നിന്ന് നമ്മൾ മാറ്റിക്കളയുന്ന രോഗകീടം ബാധിച്ച ഇലകളും വാഴയുടെ പിണ്ടികളും മാണും എല്ലാം വെട്ടിയരിഞ്ഞ് നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇപ്പം മണ്ണിര കമ്പോസ്റ്റ് ഉള്ള ഒരു വാഴ കർഷകനാണെങ്കിൽ അയാൾ മിക്കവാറും സ്ഥിരമായിട്ട് വാഴത്തോട്ടത്തിൽ പോകും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കേടായതും കരിഞ്ഞുണങ്ങിയതുമായിട്ടുള്ള ഇലകളൊക്കെ മുറിച്ചെടുക്കാനായിട്ട്. അതേസമയം മണ്ണിര കമ്പോസ്റ്റ് ഇല്ലാത്ത ആളാണെങ്കിൽ എപ്പോഴായിരിക്കും വാഴത്തോട്ടത്തിൽ പോവുക? എപ്പോഴെങ്കിലും വളവിടാനോ വളപറിക്കാനോ അല്ലെ ഊന്ന് കൊടുക്കാനോ അങ്ങനെ വല്ലപ്പോഴൊക്കെ പോകത്തുള്ളൂ. എന്നാൽ മണ്ണിര കമ്പോസ്റ്റ് ഉള്ള ഒരു കർഷകനാണെങ്കിൽ മിക്കവാറും 2 ദിവസത്തിലൊരിക്കലെങ്കിലും വെച്ച് വാഴത്തോട്ടത്തിൽ കൂടെ അയാൾ ചുറ്റിക്കറങ്ങി നടക്കും. ഇതൊക്കെ വെട്ടിയെടുത്തുകൊണ്ടെന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. ഈ കമ്പോസ്റ്റ് നമുക്ക് വാഴയ്ക്കും മറ്റു പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യും. ഇത് ആക്ച്വലി ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ വീഡിയോയിലുള്ളത് കുമരകം കൃഷി ഗവേഷണ കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് അവിടെ ഒത്തിരി വാഴ കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുടുംബശ്രീ എന്നുള്ള രീതിയിൽ കുറച്ച് സ്ത്രീകൾ അവിടുത്തെ വാഴ ഒക്കെ ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് കമ്പോസ്റ്റ് ചെയ്ത് ആ കമ്പോസ്റ്റ് അവിടുത്തെ കൃഷിക്ക് ഞങ്ങൾ ഉപയോഗിക്കായിരുന്നു. അതുപോലെ തന്നെ വിൽക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ വാഴ കർഷകന് ഒരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വാഴയെ ബാധിക്കുന്ന പല രോഗങ്ങളെയും കീടങ്ങളെയും അദ്ദേഹത്തിന് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന കുഴികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള റിങ്സ് നമ്മൾ ഒരു വല ഇട്ട് മൂടിയിടണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെങ്ങിൻ്റെ കൊമ്പൻ ചെല്ലി ഇതിനകത്ത് വന്ന് മുട്ട വിരിഞ്ഞ് വരുന്ന പുഴുക്കൾ ഉണ്ടായി പിന്നെ തെങ്ങിനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. മണ്ണിര കമ്പോസ്റ്റിൽ ഈ കൊമ്പൻ ചെല്ലി ബ്രീഡ് ചെയ്യാൻ, ചാണകക്കുഴിയിൽ ബ്രീഡ് ചെയ്യുന്നു പറഞ്ഞതുപോലെ ഇതിലും ബ്രീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന കുഴികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള റിങ്സ് ചെല്ലികൾ കടക്കത്തില്ലാത്ത രീതിയിലുള്ള നെറ്റ് കൊണ്ട് കവർ ചെയ്ത് ഇടണം. ഇനി ഇലകൾ തിന്നുന്ന പലതരത്തിലുള്ള പുഴുക്കളുണ്ട്. ചൊറിയുന്ന ടൈപ്പ് തൊങ്ങൻ പുഴുക്കൾ എന്നൊക്കെ പറയുന്ന പുഴുക്കളുണ്ട്. ഇത് സാധാരണ ഒരു വാഴ നട്ട് ഒരു 2 മാസത്തിൽ പ്രായമുള്ള 2-3 മാസം പ്രായമുള്ള തൈകളെ ആയിരിക്കും ബാധിക്കുക. നല്ല നിരീക്ഷണം ഉണ്ടെങ്കിൽ കൈകൾ മുറിച്ചെടുത്തൊക്കെ നമുക്ക് ഇതിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. കൂടുതലായിട്ട് കാണുന്നെങ്കിൽ മാത്രം കീടനാശിനിയുടെ ഉപയോഗം വേണ്ടി വരും. വാഴയുടെ ഇലകളൊക്കെ വട്ടമല്ല നീളത്തിൽ തിന്നതുള്ള നമ്മൾ നോക്കുമ്പോഴോ വാഴയുടെ ഇലയിൽ യാതൊരു പുഴുക്കളോ കീടങ്ങളോ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ഈ വാഴയുടെ ഇലകൾ ഇങ്ങനെ കേടാകുന്നത് തിന്ന് വാഴയുടെ പച്ച നിറം നശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു 10-15 വർഷം മുന്നേ ഒരു കൃഷിയിടത്തിൽ ഒരു കർഷകൻ എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുകയും ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴേ പറഞ്ഞല്ലോ അവിടെ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ഗോവണി വെച്ച് വാഴയുടെ കവിളിൽ കയറി നോക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഇതാണ്ട് വാഴയുടെ കവിളിൽ കാണുന്നതാണ് ഇങ്ങനെ നിരവധി പുഴുക്കൾ, സ്ലഗ് കാറ്റർപില്ലർ എന്ന് പറയും. ഏതാണ്ട് പഴുതാര പോലെയൊക്കെ ഇരിക്കും സ്ലഗ് കാറ്റർപില്ലർ. ഇത് വാഴയുടെ ഈ കവിളിൽ ഇരിക്കും ഇത്. അപ്പം ഇത് രാത്രി കാലത്താണ് ഈ കവിളിൽ നിന്ന് ഇറങ്ങി വന്ന ഇല തിന്നുന്നത്. പകല് ഈ കവിളിനകത്ത് അത് എന്താ പറയുക വളരെ അവിടെ റെസ്റ്റ് ചെയ്യായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പകല് പോയി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് കവിളിൽ കീടനാശിനി ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ അതിനായിട്ട്
റോഗർ പണ്ട് തൊട്ടേ നമ്മൾ ഉപയോഗിക്കുന്ന റോഗർ എന്ന് പറയുന്ന കീടനാശിനി ഉപയോഗിക്കാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ക്ലോർപൈറിഫോസ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇൻഡോക്സകാർബ് അവന്ത് എന്ന് പറയുന്ന ഒരു കീടനാശിനി. ഇതെല്ലാം ഒരു 2 ഗ്രാം അല്ലെങ്കിൽ 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി കവിളിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇലകളിൽ സ്പ്രേ ചെയ്യേണ്ട കാര്യമില്ല, കവിളിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അടുത്ത കാലത്ത് കാണുന്ന മറ്റൊരു കീടബാധയാണ് ബനാന സ്കിപ്പർ എന്ന് പറയും. വാഴയുടെ ഇലയുടെ അരിക് മുറിച്ച് ഒരു കൂട് പോലെ ഉണ്ടാക്കി അതിനകത്തിരുന്ന് ഹരിതകം തിന്നുന്ന ഒരു പുഴു സ്കിപ്പർ. നമ്മൾ കണ്ടുണ്ടോ, വെണ്ടയുടെ ഒക്കെ ഇല മുറിച്ചിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിന്റെ ലീഫ് റോഡർ എന്ന് പറയുന്ന വാഴയിൽ കാണുന്ന ഒരു പ്രശ്നമാണിത്. അപ്പം ആദ്യമൊക്കെ അവിടെ 1-2 വാഴയ്ക്കൊക്കെ കാണുകയുള്ളൂ. നമുക്കത് മെക്കാനിക്കലായിട്ട് നല്ല നിരീക്ഷണം ഉണ്ടെങ്കിൽ മെക്കാനിക്കലായിട്ടൊക്കെ നമുക്ക് അതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ മാത്രം കീടനാശിനിയിലേക്ക് പോവുക. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കീടനാശിനി എന്ന് പറയുന്നത് അസറ്റാഫ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവന്ത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി സ്പ്രേ ചെയ്താൽ മതിയാവും. അപ്പോൾ അത് കീടത്തിന്റെ ആക്രമണത്തിന്റെ തോതനുസരിച്ച് ആവശ്യാനുസരണം കീടനാശിനി തെളിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം തെളിച്ചാൽ മതിയാവും. അല്ല അവിടെ 1-2 വാഴകൾ കണ്ടെന്ന് വിചാരിച്ച് തെളിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളൊരു മെക്കാനിക്കൽ കൺട്രോൾ നടപ്പാക്കുക. ഇനി മറ്റു പല ഇലകളൊക്കെ തിന്നുന്ന പുഴുക്കളുണ്ട്. ഈ പുഴുക്കളെല്ലാം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കീടനാശിനി ഉപയോഗിച്ച് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പിന്നെ വാഴയെ ബാധിക്കുന്ന മറ്റൊരു മാരകമായിട്ടുള്ളൊരു കീടബാധയാണ്, പുറത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. സോയിൽ മീലിബഗ് എന്ന് പറയും. വേരിനെ ബാധിക്കുന്ന ഒരു കീടബാധയാണ്. നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇലകളെല്ലാം മഞ്ഞളിച്ച് നിൽക്കും. അപ്പൊ ഇതിന് 3-4 കാരണങ്ങളുണ്ട് ഇങ്ങനെ ഇല മഞ്ഞളിക്കാനായിട്ട്. നൈട്രജൻ ഡെഫിഷ്യൻസി കൊണ്ട് മഞ്ഞളിക്കാം, വെള്ളം കയറി കിടന്നു കഴിഞ്ഞാൽ മഞ്ഞളിക്കാം, വേരടിയാൻ മഞ്ഞളിക്കാം, നിമവിര ബാധിച്ചു കഴിഞ്ഞാൽ മഞ്ഞളിക്കാം. ഞാൻ ഈ പറഞ്ഞ ഊരൻ അല്ലെങ്കിൽ സോയിൽ മീലിബഗ് നോക്കുക. അപ്പോൾ മഞ്ഞളിപ്പുള്ള വാഴയുടെ വേര് നമ്മൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇതുപോലുള്ള വെളുത്ത പ്രാണികളെ നിരവധി കാണാനായിട്ട് സാധിക്കും. കൂടുതലും ഇത് മണൽ മണ്ണിലും പിന്നെ വെട്ടുകൽ മണ്ണിലും ഒക്കെയാണ്, കുറച്ച് ഇളക്കമുള്ള മണ്ണിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ കുറയ്ക്കുന്ന ഒരു പരുവത്തിലെത്തി കഴിയുമ്പോൾ വാഴ നിൽക്കുന്ന നിൽപ്പിൽ മറിഞ്ഞു പോകും. അപ്പോൾ ഇത് വളരെ മാരകമായിട്ടുള്ള ഒരു കീടബാധയാണ്. നമുക്ക് ആദ്യം ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഈ കീടബാധ ഉണ്ടെങ്കിൽ ഈ വാഴയുടെ ചുവട്ടിൽ ഉറുമ്പ് കൂടുതലായിട്ട് കടിക്കുന്ന ടൈപ്പ് ചെറിയ ഉറുമ്പുണ്ട്. ആ ഉറുമ്പ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള പിന്നെ ഊരൻ മണ്ണില് വാഴയുടെ വേരിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് വാഴയുടെ വേരിനെ മാത്രമല്ല, പച്ചക്കറികളുടെ വേരിനെയും വഴുതിനെയും പല തെങ്ങിന്റെ വേരും പല വേരുകളെയും ബാധിക്കുന്നത്. ഇത് ശരിക്കും നിമാവിര മൂലമുള്ള ഒരു മഞ്ഞളിപ്പാണ്. അപ്പൊ അത് വേര് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. 2 തരത്തിലുള്ള നിമാവരയുണ്ട്. ഒന്ന് റൂട്ട് നോട്ട് നിമറ്റോഡ് എന്ന് പറയും, വേര് ബന്ധക നിമാവര. വേരിലൊക്കെ പയറ് ചെടികളുടെ വേരിലുള്ളതുപോലുള്ള മുഴകളുണ്ടാവും. പിന്നെ അതുകൂടാതെ വേരൊക്കെ അവിടെ തിന്ന് അഴുകിയിരിക്കുന്നതായിട്ട് കാണാം, റാഡോപോലസ് എന്ന് പറയുന്ന നിമാവര. അപ്പൊ ഈ 2 നിമാവരകളെയും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഉള്ള മാർഗം എന്ന് പറയുന്നത്, നമ്മൾ നടുമ്പഴ് കുഴികളിൽ വേപ്പിൻ പിണ്ണാക്ക് ഒരു 1/2 കിലോ ഉപയോഗിക്കുക. ഇനി വേപ്പിൻ പിണ്ണാക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടെ നല്ലതാണ് വേപ്പിൻ കുരു പൊടിച്ചത്. അത് വേപ്പിൻ കുരു പൊടിച്ചാണെങ്കിൽ ഒരു 250 ഗ്രാം മതി. പിന്നെ ഉമി, അതിൻ്റെ കൂടെ ഉമി കൂടെ മിക്സ് ചെയ്തിടുക. പിന്നെ ഈ ഒരു കുമിളുണ്ട്, ഈ നിമറ്റോഡിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പിന്നെ പീസിലോമൈസസ് ലൈലാസിനസ് എന്ന് പറയുന്ന ഒരു കുമിളുണ്ട്. ആ കുമിളും കൂടെ ഒരു 20-30 ഗ്രാം ഒരു തടത്തിൽ എന്നുള്ള രീതിയിൽ ചേർത്ത് വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഒക്കെ കൂടെ ചേർത്ത് തടത്തിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പിന്നെ വാഴക്കന്ന് നടുക. അപ്പൊ അങ്ങനെ വേപ്പിൻ പിണ്ണാക്കും ഉമിയും പിന്നെ ഈ പീസിലോമൈസസ് എന്ന് പറയുന്ന മിത്രകുമിളും ഉപയോഗിച്ച് നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നടുന്നതിന് മുന്നേ വേണം ചെയ്യാനായിട്ട്. ഉറപ്പായിട്ടും മണൽ മണ്ണാണെങ്കിൽ ഉറപ്പായിട്ടും ഈ മാർഗം അവലംബിച്ചിരിക്കണം. കാരണം മണൽ മണ്ണില് കൂടുതലായിട്ടും, അതായത് ചേർത്തല വൈക്കമൊക്കെ പോലെയുള്ള മണൽ മണ്ണില് വളരെ കൂടുതലായിട്ട് നിമാവരകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കീടമാണ് ബനാന ലേസ് ബഗ് എന്ന് പറയും. സാധാരണ രീതിയിൽ ഒരു കീടനാശിനി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരാറില്ല. വളരെ ഒരു മൈൽഡ് ബെസ്റ്റാണ്. ഈ കീടമാണ് തെങ്ങിന്റെ കാറ്റ് വീഴ്ച പരത്തുന്ന കീടം, ബനാന ലേസ് ബഗ്, സ്റ്റെഫനൈറ്റിസ് ടിപ്പിക്ക.
ഇത് ചില സാഹചര്യത്തിൽ വാഴയുടെ ഇലകളിൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് പെറ്റ് പെരുകി, പ്രത്യേകിച്ച് നല്ല വേനൽക്കാലത്ത് ഒരു 35-38 ഡിഗ്രിയൊക്കെ ചൂട് വരുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ഇത് പെറ്റുപെരുകുന്നത്. പെറ്റുപെരുകി വാഴയുടെ നീര് വലിച്ചു കുടിച്ച് മഞ്ഞളിച്ച് വാഴയ്ക്ക് വളരെയധികം ക്ഷീണം ഉണ്ടാക്കുന്ന സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട് ഫീൽഡിൽ. ഇതുപോലെ തീരെ ആരോഗ്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ വാടി നിൽക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കീടബാധയാണ് മണ്ടരികൾ, റെഡ് സ്പൈഡർ മൈറ്റ്സ്. ഇതും നല്ല വേനൽക്കാലത്താണ് പെറ്റുപെരുകുന്നത്. അതും പെറ്റുപെരുകി കഴിഞ്ഞാൽ നീര് വലിച്ചു കുടിച്ച് വാഴയുടെ വളർച്ചയെ ക്ഷീണിപ്പിച്ച് കളയും. ഇതിപ്പം ഈ മണ്ടരി ബാധിച്ച ഒരു വാഴത്തോട്ടമാണ്. അപ്പോൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മണ്ടരി ബാധയാണോ ലേസ് ബഗ് ആണോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തില്ല. കാരണം രണ്ടിൻ്റെയും ആക്രമണ ലക്ഷണം ഒരുപോലെയാണ്. നീര് വലിച്ചു കുടിക്കുക, ഇലകൾ മഞ്ഞളിക്കുക, വാഴയ്ക്ക് ആകെ മൊത്തത്തിലൊരു ക്ഷീണം സംഭവിക്കുക. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനായിട്ട്, അതായത് മണ്ടരികളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന കീടനാശിനികൾ വളരെ വളരെ ചുരുക്കമേ ഉള്ളൂ മാർക്കറ്റിൽ കിട്ടുന്നത് മണ്ടരി നാശിനികൾ. ഇതാണ് ഇതിന് ഒബിറോൺ. അപ്പോൾ മണ്ടരിയെ നിയന്ത്രിക്കണമെങ്കിൽ ഒബിറോൺ തന്നെ സ്പ്രേ ചെയ്യണം. ഇനി അതല്ലെങ്കിൽ കോൺഫിഡോൺ. അപ്പോൾ ഈ 2 കീടനാശിനികൾ മാറി മാറി കളിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. മിക്കവാറും ഒബിറോൺ ആദ്യത്തെ ഒരു തവണ തന്നെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ മണ്ടരിയെ നിയന്ത്രിക്കാം. 1/2 മില്ലി 1 ലിറ്റർ വെള്ളത്തിലാണ് അത് കൊടുക്കേണ്ടത്. 1/2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ 5 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ. ഇതിന്റെ അളവ് വളരെ കുറച്ച് മതിയാവും. ഇനി വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഷകങ്ങളുടെ കുറവ് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്. നമ്മൾ വേണ്ട രീതിയിൽ വളം കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. നമുക്കറിയാം എല്ലാ മൂലകങ്ങളും പ്രൈമറി ന്യൂട്രിയൻസ്, സെക്കൻഡറി ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് എന്നിങ്ങനെ 10-16 മൂലകങ്ങൾ ചെടികളുടെ വളർച്ചയ്ക്കായിട്ട് അത്യാവശ്യമുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ വളം കൊടുക്കുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ എന്താ പറയുക NPK കൊടുക്കും, NPK വളം, പിന്നെ ജൈവവളവും കൊടുക്കും. പക്ഷെ നമ്മൾ കാലങ്ങളായിട്ട് ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു വളപ്രയോഗം, അതായത് ജൈവവളത്തിന്റെ ജൈവവളമൊക്കെ വളരെ കുറച്ച് ആളുകൾ കൊടുക്കാറുള്ളൂ. പ്രത്യേകിച്ച് പാടത്തിനൊക്കെ എടുത്ത് കൃഷി ചെയ്യുമ്പോൾ ജൈവവളമൊന്നും ഇട്ട് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. കൂടുതൽ ആൾക്കാർ രാസവളമാണ് ഇടുന്നത്. അപ്പം രാസവളം സാധാരണ കൊടുക്കുന്നതിന്റെ ഒരു 3-4 മടങ്ങ് ഡോസ് കൊടുക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ തുടർച്ചയായിട്ട് കൃഷി ചെയ്ത് കഴിയുമ്പോൾ മണ്ണിലെ ജൈവാംശം നഷ്ടപ്പെടുകയും മണ്ണ് അന്നേരമാണ് നമ്മൾ പറഞ്ഞ മരിച്ച മണ്ണെന്ന് പറയും, മണൽ തിരിഞ്ഞ മണ്ണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആവശ്യത്തിന് ജൈവവളം നൽകാതെ രാസവളം തന്നെ തുടർച്ചയായിട്ട് നൽകുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മണ്ണിലെ സൂക്ഷ്മ മൂലകങ്ങളൊക്കെ വളരെ കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ സൂക്ഷ്മ മൂലകങ്ങൾ അഡീഷണലായിട്ട് ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് സൂക്ഷ്മ മൂലകങ്ങൾ ഇട്ട് കൊടുക്കുന്നതല്ല. ആക്ച്വലി നമ്മൾ മണ്ണിന്റെ ജൈവാംശം വർദ്ധിപ്പിക്കുക, ആവശ്യത്തിന് ജൈവവളം കൊടുക്കുക, പിന്നെ രാസവളം നമ്മൾ ക്രമീകരിക്കുക. ആവശ്യത്തിനുള്ള രാസവളം മതിയാവും. ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ 1/2 കിലോ യൂറിയ മതിയാവും ഒരു വാഴയ്ക്ക് പരമാവധി. ആ സ്ഥാനത്ത് 2 കിലോയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ രാസവളം നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ നമുക്ക് ഒരു ശരാശരി ഒരു വാഴയിൽ നിന്ന് നമുക്ക് 10-12 കിലോയൊക്കെയുള്ള കൊല കിട്ടത്തക്ക രീതിയിൽ കൃഷി ചെയ്താൽ മതി. പക്ഷെ നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത് എങ്ങനെ 15 കിലോയുള്ള കൊല ഉണ്ടാക്കാം, അല്ലെങ്കിൽ 20 കിലോയുള്ള കൊല ഉണ്ടാക്കാം എന്നുള്ളതാണ് കേരളത്തിലെ കർഷകന്റെ ഒരു രീതി. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയല്ല. അവിടെ പെർ ഹെക്ടർ, ഒരു ഹെക്ടറിൽ നിന്ന് എത്ര ടൺ ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമ്മളൊരു വാഴയിൽ നിന്നും എത്ര പിന്നെ തൂക്കമുള്ള കൊല ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അമിതമായിട്ട് വണ്ണം വെക്കുന്നത് പിന്നെ എന്താ പറയുക, നമ്മളതിന് ഇഷ്ടപ്പെടുന്നില്ല. എന്താണെങ്കിലും ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ പിന്നെ ഏത്തപ്പഴം വാങ്ങിക്കാനായിട്ട് കടയിൽ പോകുന്നു. 1 കിലോയിൽ 2 പഴമുള്ളത് വാങ്ങിക്കുമോ 5 പഴമുള്ളത് മേടിക്കുമോ? നമ്മളെല്ലാവരും 5 അല്ലെ 6 പഴമുള്ളതേ മേടിക്കുള്ളൂ. അപ്പൊ അതിനർത്ഥം എന്താ? വണ്ണം കൂടുന്നത്, തൂക്കം കൂടുന്നത് മാർക്കറ്റിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അതുകൊണ്ട് 15-20 കിലോയുള്ള കൊലയൊന്നും ഉത്പാദിപ്പിക്കാനായിട്ടല്ല നമ്മൾ നോക്കേണ്ടത്. ശരാശരി 10-12 കിലോ തൂക്കമുള്ള കൊല ഉത്പാദിപ്പിക്കാനായിട്ടാണ് നോക്കേണ്ടത്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ 1.5 കിലോ രാസവളം, യൂറിയയും രാജ്ഫോസും പൊട്ടാഷും കൂടെ 1.5 കിലോ രാസവളം മതിയാവും. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള വളപ്രയോഗം ആണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്. ഇനി ചില സാഹചര്യത്തിൽ
ഈ മൂലകങ്ങളുടെ ഒക്കെ കുറവ് സംഭവിക്കാറുണ്ട്. കാരണം പലപ്പോഴും കാലാവസ്ഥയുടെ ഒക്കെ പ്രത്യേകത കൊണ്ട് നമുക്ക് സമയത്ത് വളപ്രയോഗം സാധ്യമായി എന്ന് വരത്തില്ല. അങ്ങനെ വരുമ്പോൾ നൈട്രജൻ ഡെഫിഷ്യൻസി സംഭവിക്കാം. NPK വളം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഈ NPKയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകാം. ഉദാഹരണത്തിന് ഇത് ഈ മഞ്ഞളിപ്പ് കാണുന്ന വാഴ നൈട്രജൻ ഡെഫിഷ്യൻസി, മറ്റേ വലതുവശത്ത് കാണുന്ന വാഴയുടെ ഇലയിൽ ഫോസ്ഫറസ് ഡെഫിഷ്യൻസി. ഫോസ്ഫറസ് ഡെഫിഷ്യൻസി സാധാരണ നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാറില്ല. കാരണം നമ്മുടെ മണ്ണിൽ ഫോസ്ഫറസ് ആവശ്യത്തിന് ഉണ്ട് എന്നാണ് സോയിൽ ടെസ്റ്റ് ഡേറ്റാസ് ഒക്കെ സൂചിപ്പിക്കുന്നത്. ഈ ഫോസ്ഫറസ് ഡെഫിഷ്യൻസി വരികയാണെങ്കിൽ അതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ വാഴയുടെ ഇലയുടെ അടിവശത്ത് അരികിനോട് ചേർന്ന് ഒരു സ്ലൈറ്റ് പിങ്ക് കളറേഷൻ ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ നൈട്രജൻ ഡെഫിഷ്യൻസി, ഫോസ്ഫറസ് ഡെഫിഷ്യൻസി, ഇതാണ് പൊട്ടാഷ് ഡെഫിഷ്യൻസി. അരികെ കരിഞ്ഞുണങ്ങുക. എന്നാൽ കുമരകം പോലുള്ള പ്രദേശങ്ങളിൽ ഇതേ ലക്ഷണങ്ങൾ വേനൽക്കാലത്ത് വാഴയിൽ കാണിക്കാം. ആക്ച്വലി പൊട്ടാഷ് ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന പ്രശ്നമല്ല, അവിടെ ടോക്സിക് സാൾട്ടൊക്കെ അക്യുമുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ടോക്സിസിറ്റി പിന്നെ ഉപ്പുവെള്ളമൊക്കെ കയറാറുണ്ട്. അപ്പൊ മണ്ണിലെ ഉപ്പിന്റെ അളവും കെമിക്കൽ ടോക്സിറ്റി സൾഫറിന്റെ ഒക്കെ അളവ് കൂടുന്നത് മൂലമാണ് അവിടെ ഉണ്ടാകുന്നത്. എന്നാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കരഭൂമിയിലൊക്കെ ഇത് ഈ രീതിയിൽ അരികരിച്ചിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് പൊട്ടാഷ് ഡെഫിഷ്യൻസി ആണ്. അപ്പോൾ പൊട്ടാഷ് ഓക്കെ, ഇത് കാൽസ്യം ഡെഫിഷ്യൻസി. മണ്ണിലെ പുളിപ്പ് കൂടുകയാണെങ്കിൽ പുളിപ്പ് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ കുമ്മായം ഉപയോഗിക്കുന്നത്. അപ്പോൾ വേണ്ട രീതിയിൽ കുമ്മായം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആ മണ്ണിൽ നമ്മൾ വാഴ കൃഷി ചെയ്ത് കഴിയുമ്പോൾ വാഴയുടെ ഇലകളിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് ബ്രിട്ടിലാകും. വളരെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ പടപെടാന്നത് പൊട്ടും. പിന്നെ ഇത് തിരിച്ചറിയാനായിട്ടുള്ള എളുപ്പമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ സിംറ്റം, അതായത് നമ്മുടെ പായ പോലെ, മെത്തപ്പായ അല്ലെങ്കിൽ തഴപ്പായ പോലെ ലീഫിലെ ഇലകളിൽ ഇങ്ങനെ നടുഞ്ഞരമ്പ് ഇങ്ങനെ തടിച്ചിരിക്കുകയും പിന്നെ കളം കളമായിട്ട് കാണാം, പായയുടെ അതേപോലെ. അപ്പൊ ഇത് കേരളത്തിലെ വാഴകൃഷിക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. പിന്നെ മറ്റൊന്ന് മഗ്നീഷ്യം ഡെഫിഷ്യൻസി. മഗ്നീഷ്യം ഡെഫിഷ്യൻസി വന്നു കഴിയുമ്പോൾ അതിനും പിന്നെ ഇലകൾക്ക് മഞ്ഞളിപ്പുണ്ടാകും. പിന്നെ അതുപോലെ വാഴയുടെ ബ്ലൂ സിക്നെസ് എന്ന് പറയും. നോക്കിയാൽ കാണാം നമുക്ക് വാഴയുടെ കൈകൾ പിണ്ടിയോട് ചേർന്നിരിക്കുന്ന കൈകളിൽ കവിളിൽ ഒരു ബ്ലൂ കളറേഷൻ, ബ്ലൂ പിഗ്മെന്റേഷൻ, പിന്നെ ബ്ലൂ സിക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നിറം മാറ്റാത്ത വാഴയിലൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് മഗ്നീഷ്യം ഡെഫിഷ്യൻസി ആണ്. അതുപോലെ ഇല മഞ്ഞളിപ്പം ഉണ്ടാകും. ഇനി കാൽസ്യം മാഗ്നീഷ്യം അതിന്റെ നമ്മൾ നിയന്ത്രിക്കുന്നതിനായിട്ട്, കാൽസ്യം ഡെഫിഷ്യൻസി അതിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് പിന്നെ മണ്ണിൽ കുമ്മായം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്നൊരു ബെനിഫിറ്റ് കിട്ടാനായിട്ട് കാൽസ്യം നൈട്രേറ്റ് സ്പ്രേ ചെയ്യാം. കാൽസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന വളം 5-10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മഗ്നീഷ്യം ഡെഫിഷ്യൻസി മാറ്റുന്നതിനായിട്ട് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് സ്പ്രേ ചെയ്യാം. അതൊരു 5 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി സ്പ്രേ ചെയ്യുക. അല്ലെങ്കിൽ 25 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കുക. ഇത് സിങ്ക് ഡെഫിഷ്യൻസി, ഇലകളൊക്കെ നേർത്ത് അതിൻ്റെ ലീഫ് ലാമിന അതിൻ്റെ വലിപ്പം കുറഞ്ഞിട്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇലകളൊക്കെ ചെറുതായി മേളിൽ കുറുനാമ്പ് ബാധിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ബഞ്ച് ചെയ്തിരിക്കും, കൂട്ടം കൂടിയിരിക്കും. ഷൂ സ്ട്രിങ് അപ്പിയറൻസ് എന്ന് പറയും. ലേസ് പോലെ, ഷൂവിൻ്റെ ലേസ് പോലെ അത് വണ്ണം കുറഞ്ഞു വരും. പിന്നെ അത്തരത്തിലുള്ള വാഴകളിൽ വല ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൂക്കം കുറവായിരിക്കും, ക്വാളിറ്റി കുറവായിരിക്കും. ഇത് നമ്മുടെ ഈ അമ്ലതയുള്ള മണ്ണിലാണ് ഈ കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ കേരളത്തിലെ മണ്ണിൽ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ്, കാൽസ്യം, മഗ്നീഷ്യം, പിന്നെ ബോറോൺ, സിങ്ക്, ഇങ്ങനെ 4 സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് ഉള്ളതായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിനായിട്ട് തൽക്കാലം നമുക്ക് ഇത്തരത്തിലുള്ള സൂക്ഷ്മ മൂലകങ്ങൾ അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ശാശ്വത പരിഹാരം ജൈവാംശം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിങ്ക് ഡെഫിഷ്യൻസി പരിഹരിക്കുന്നതിനായിട്ട് സിങ്ക് സൾഫേറ്റ് 50 ഗ്രാം ചുവട്ടിലിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ സിങ്ക് സൾഫേറ്റ് നമുക്ക് സ്പ്രേ ചെയ്യാം. ഒരു 3 ഗ്രാം സിങ്ക് സൾഫേറ്റും 5 ഗ്രാം യൂറിയയും കൂടെ ചേർത്ത് 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ ചേർത്ത് 45-ാമത്തെ ദിവസവും 60-ാമത്തെ ദിവസവും വാഴ നട്ട് കഴിഞ്ഞ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിങ്ക് ഡെഫിഷ്യൻസി പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ബോറോൺ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന ലക്ഷണങ്ങൾ. അതായത് കൃഷിക്കാര് വെള്ളക്കൂമ്പ് എന്ന് പറയും. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് വരുന്ന കൂമ്പ്
വിരിയത്തില്ല, അത് വെളുത്ത് ഇരിക്കും. പിന്നെ അതിനുശേഷം പിന്നീട് കൂമ്പ് അഴുകിയും കൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കൂമ്പ് വിരിയാതെ ചുരുണ്ടിരിക്കുക. പിന്നീട് അത് കുറച്ച് കഴിയുമ്പം പതുക്കെ പതുക്കെ വിരിഞ്ഞു വരും. പക്ഷേ ഇലകളൊക്കെ പൊട്ടി പൊട്ടി വരും. ചിലപ്പോൾ അത് വിരിയത്തേ ഇല്ല. അപ്പൊ ഇത് ബോറോൺ മൂലമുണ്ടാകുന്ന അങ്ങനെ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളത് റിമൂവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒരു കൊല കൂടെ എടുക്കാൻ സാധിക്കും. പക്ഷെ അതൊരു 7-8 കിലോയിൽ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. എന്റെ ക്ലാസ്സിനേക്കാൾ ഉപരി നിങ്ങളുടെ ഓരോരുത്തരുടെയും ചോദ്യങ്ങളാണ് വേണ്ടത്. സാറേ ടിഷ്യൂ കൾച്ചർ ആലപ്പുഴ ജില്ലയിൽ ഇവിടെ കിട്ടുന്നത്? മാവേലിക്കര ഭാഗങ്ങളില് അല്ലെങ്കിൽ ആലപ്പുഴയിലെ ടിഷ്യൂ കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ടിഷ്യൂ കൾച്ചർ ലാബ് ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പാറോട്ട് പോകണം, തിരുവനന്തപുരത്തുണ്ട്. അല്ല അവിടുത്തെ തൊട്ടടുത്ത കൃഷി ഓഫീസിൽ ചോദിക്കാം. സാർ സാറിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു തരുമോ? 9470 67 354. അതെ, വാട്സ്ആപ്പ് നമ്പറാണ്. താങ്ക് യു സർ. എന്തെങ്കിലും നിങ്ങൾക്ക് കൃഷിയിൽ പ്രശ്നം വരുമ്പോൾ നല്ല ഫോട്ടോസ് എടുത്തിട്ട് നിങ്ങൾ എനിക്ക് വാട്സ്ആപ്പ് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാനത് മനസ്സിലാക്കി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു സർ. സാറേ, നമ്മുടെ നേന്ത്രവാഴയ്ക്ക് അതുപോലുള്ള നമ്മുടെ നാടൻ വാഴകളായിട്ടുള്ള പിന്നെ ഞായ്പൂവനെ, അതുപോലെ തന്നെ പാളയംകോടിനെ, അത് പിന്നെ റോബസ്റ്റോ, അങ്ങനെയുള്ള എല്ലാത്തിനും ഒരേ രീതിയിലുള്ള വളപ്രയോഗം മതിയോ അതോ പല രീതിയിലുള്ള വളപ്രയോഗമാണ് നമ്മൾ നോക്കേണ്ടത്? ഒരു അല്പസ്വല്പമൊക്കെ വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ വളപ്രയോഗം വേണ്ടത് ഏത്തവാഴയ്ക്കാണ്. ഏത്തവാഴയ്ക്ക് കൊടുക്കേണ്ട രീതിയിൽ വേണം നമ്മൾ പൂവിനും കൊടുക്കാനായിട്ട്. ഞാലിപ്പൂവിന് പിന്നെ പാളയംകോടിന് ഞാലിപ്പൂവിന് നമ്മൾ പൊട്ടാഷ് കുറയ്ക്കണം. ഏത്തവാഴയ്ക്ക് കൊടുക്കുന്നതിനേക്കാളും ഒരു 200 ഗ്രാം പൊട്ടാഷ് കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അതിന്റെ കായ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്ര ശ്രദ്ധിച്ചാൽ മതി. ശരി സാറേ. വിഷയങ്ങളെല്ലാം തീർന്നെന്ന് തോന്നുന്നു. നമുക്കിപ്പോ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കേണ്ട ഒരു ഭാഗമായിട്ടാണ്. ഒരു സംശയം ഓക്കെ. ഈ മഴയത്ത് വെള്ളം കെട്ടിക്കിടന്ന സ്ഥലങ്ങളിലെ വാഴയ്ക്ക് എന്താ നമ്മൾ ചെയ്യുന്നത്? തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലും മാർഗമുണ്ടോ? എത്ര ദിവസം വെള്ളം കെട്ടിക്കിടന്നു? ഒരു 3 ദിവസം. 3 ദിവസം കെട്ടിക്കിടന്നിട്ട് ആ വാഴയ്ക്ക് എന്താണ് ലക്ഷണം കാണിക്കുന്നത്? ഒരു മാറ്റമില്ല, അതുപോലെ നിൽക്കുന്നു. ഒരു മാറ്റമില്ല, അതുപോലെ നിൽക്കുന്നു. അപ്പം നന്നായി ഇപ്പൊ വെള്ളം ഇറങ്ങിയോ? വെള്ളം ഇറങ്ങിയെങ്കിൽ പിന്നെ ഒന്ന് കുമ്മായം വിതറിയിട്ട് കൊടുക്കാം. കുമ്മായം അല്ലേ? ഓക്കെ. കുമ്മായം ചുവട്ടില്. അതിപ്പോ തൽക്കാലം ഇപ്പൊ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ആയി കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ടുള്ള രാസവളം കൊടുക്കാം. ഓക്കെ. പിന്നെ ഈ 2 മാസം ഇതായിട്ടുള്ള വാഴയില്ലേ, ഏത്തവാഴ 2 മാസം പ്രായമുള്ള, അതിനിപ്പോ നമ്മൾ ഈ കടലപ്പിണ്ണ കുളിപ്പിച്ച് ഒഴിക്കുന്നതല്ലാണ് ചാണകോട് ചേർത്ത്? അല്ല, അതിപ്പോഴേ ഏത് കൃഷിക്കും പിന്നെ ഈ ചാണകവും പിണ്ണാക്കും കൂടെ ചേർത്ത് പുളിപ്പിച്ച് ഒഴിക്കുന്നത് ഏത് കൃഷിക്കും നല്ലതാണ്. അതായത് വാഴയൊക്കെ കൃഷി ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 5 മാസം ആകുമ്പോഴേക്കും വാഴയുടെ പിണ്ടിയുടെ വണ്ണം പിണ്ടിയുടെ വണ്ണത്തിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും കൊല ഉണ്ടാകുന്നത്, അല്ലേ? അപ്പൊ 5 മാസം ആകുമ്പോഴത്തേനും ആ പിണ്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു വണ്ണം വെപ്പിച്ച് കിട്ടണം. അപ്പൊ അങ്ങനെ വണ്ണം ഈ പറഞ്ഞാല് ഈ ചാണകവെള്ളവും പിണ്ണാക്കും കൂടെ പുളിപ്പിച്ച് മാസത്തിൽ ഒരിക്കൽ വീതം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും, പെട്ടെന്ന് പിന്നെ പുഷ്ടിപ്പെടുത്താനായിട്ട്. പ്രത്യേകിച്ച് ടിഷ്യൂ കൾച്ചർ നമ്മൾ ആദ്യത്തെ 3-4 മാസത്തിന് ഈ രീതി ചെയ്യണം. സാറേ, ഈ പിണ്ണാക്ക് കഴിക്കുമ്പോൾ പ്രശ്നം വരുന്നുണ്ട്. അതിനകത്ത് ഈ കീടങ്ങൾ കൂടുതലായിട്ട് കയറി വരാൻ സാധ്യതയുണ്ട്. ഈ വണ്ട് പോലുള്ള സാധനങ്ങൾ നമ്മള് പിണ്ണാക്ക് ഒഴിക്കുമ്പോൾ. അപ്പൊ അതിന്റെ നമ്മുടെ ഈ പിന്നെ മറ്റുള്ള എന്തെങ്കിലും മിക്സ് ചെയ്തിരുന്നു.
അതെ, എന്തൊഴിക്കുമ്പോഴാണ് വണ്ട് വരുന്നതെന്ന് പറഞ്ഞു? കടലപ്പിണ്ണാക്ക് നമ്മളെ 2 ദിവസം വെച്ച് കുളിപ്പിച്ച് ആ. പിന്നെ നേരത്തെ നമ്മൾ ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് അതിന് ഇതിനകത്ത് ഈ ചെറിയ ഈ കറുത്ത വണ്ടുകളെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പൊളിപ്പിച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിൽ വണ്ടികൾ വന്ന് വീഴുന്നതാണോ പറഞ്ഞത്? അല്ലല്ല, നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഒരിച്ചിരി മണ്ണൂടെ നമ്മൾ ഈ വാഴയുടെ തടത്തിനകത്ത് ഇടാറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്ന് തട്ടി നോക്കുമ്പോൾ പിന്നെ ചെറിയ ചെറിയ വണ്ടുകൾ പോലുള്ള സാധനം ഇതിനകത്ത് കാണുന്നു. നമ്മൾ പുളിപ്പിച്ച് ഇത് ഒഴിച്ചു കൊടുക്കുന്നതിന്റെ ഒരു കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ആ മണ്ണിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് അന്നേരം തന്നെ അങ്ങ് ആഴ്ന്നിറങ്ങിപ്പോണം. ഒരു കട്ടിയായിട്ട് പപ്പടം കട്ടിയായിട്ടൊന്നും അവിടെ അങ്ങനെ ഉണങ്ങി കിടക്കരുത്, മനസ്സിലായോ? അല്ലെ മഴക്കാലം ചെളി കൂടരുത്. ഡൈലൂട്ട് ചെയ്യണം. ആ രീതിയിൽ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് അതുകൊണ്ട് വേറെ യാതൊരു തരം വണ്ടുകളും അവിടെ ഉണ്ടാകത്തില്ല. അത് ഒഴിക്കുന്നത് മൂലം ഉണ്ടാകത്തില്ല. ഓക്കെ സർ. ഓക്കെ. നമ്മുടെ ഈ ക്ലാസ്സിന് ഇന്ന് നല്ല ഒരു വാഴ നമ്മൾ നേരിട്ട് സാറിനെ കണ്ടു കേട്ട പോലെ തന്നെയുള്ള ഒരു പ്രതീതിയിൽ സാറ് ക്ലാസ് എടുത്തു. സാറിന് പ്രത്യേകമായിട്ടുള്ള നന്ദി FTCയുടെ പേര്, പന്തളം FTCയുടെ പേരിൽ നൽകുന്നു. സാറ് FTCയിൽ പ്രത്യേകിച്ചും കൂൺ കൃഷിയുടെ പല ക്ലാസ്സുകളിലും നേരിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ പല കർഷകരും ഈ മേഖലയിലേക്ക് കടന്നു വരികയും ചെയ്തു. ഇപ്പോഴും അവർ കൂൺ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. സാർ ഇന്നത്തെ ക്ലാസ് വാഴകൃഷിയെ പറ്റിയായിരുന്നു എടുത്തത്. സാറിന് നന്ദി അർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നാളത്തെ ക്ലാസ് പക്ഷി സുരക്ഷ, മൃഗസംരക്ഷണ മേഖലയെ കൃഷിയുമായി എങ്ങനെ സംയോജിപ്പിക്കാം എന്നതിനെ പറ്റിയാണ്. എല്ലാവരും ആ ക്ലാസ്സിലും പങ്കെടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.